ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم. ആദരണീയനായ അധ്യക്ഷൻ, സ്റ്റേജിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, ദീർഘമായി ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ഉണർത്തിക്കൊണ്ട് വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൗഹീദിലേക്കും സുന്നത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളോട് ദീർഘമായി സംസാരിച്ച മുനീർ ഷറഫി, നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ ഖതീബ് എന്ന നിലക്ക് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ട്. സദസ്സിനെ ധന്യമാക്കുന്ന എൻ്റെ ജ്യേഷ്ഠാനിയന്മാരെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ശബ്ദം അടുത്തുനിന്നും ദൂരെ നിന്നുമൊക്കെയായി മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത സഹോദര സഹോദരിമാരുമൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥലം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ പറമ്പാണ്. മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ, മാനവികതയുടെ ചില മുഖങ്ങളാണ് നമുക്ക് അതിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിനെ അറിയുക, ഹൈന്ദവത എന്ത് എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുക, ക്രൈസ്തവത എന്ത് എന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യുക, നിരീശ്വരത്വത്തിന്റെ അപകടത്തെക്കുറിച്ച് അറിയുക. അപ്പോഴാണ് യഥാർത്ഥ വഴിയെക്കുറിച്ച് നമുക്ക് നിജപ്പെടുത്തുവാനും മനസ്സിലാക്കുവാനും സാധിക്കുക. അപ്പൊ എല്ലാം കേൾക്കുക, മനസ്സിലാക്കുക എന്നത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്. പ്രകൃതിയുടെ നീതിക്ക് വേണ്ടിയുള്ള തേട്ടമുണ്ട്, പ്രകൃതിയുടെ സത്യത്തിനു വേണ്ടിയുള്ള തേട്ടമുണ്ട്. ആ അന്വേഷണത്തിന്റെ വഴിയിൽ എത്തിപ്പെടുക എന്നത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രധാന ലക്ഷ്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ അവിടെയും ഇവിടെയും നിന്നൊക്കെ കേട്ടിരിക്കുന്ന കൊച്ചു കൊച്ചു വാക്കുകളും വാചകങ്ങളുമൊക്കെ സത്യസന്ധമാണ് എന്ന് നാം വിചാരിക്കുന്ന പലതും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി, സന്ദർഭോചിതമായി പറഞ്ഞ ചില വാചകങ്ങളെ ഉദ്ദേശാർത്ഥത്തിൽ നിന്ന് അടർത്തി മാറ്റി പല ആളുകളും കേട്ടിട്ടുണ്ടാവാം. അപ്പൊ സ്വാഭാവികമായും അത് തെറ്റിദ്ധാരണയ്ക്ക് വഴിയൊരുക്കും. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതത്തിൽ ചില സാങ്കേതിക പദപ്രയോഗങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കാനല്ല. ആ പദപ്രയോഗങ്ങളെ സോഷ്യൽ മീഡിയകൾ വഴി കേട്ടവർക്ക്, അതല്ലെങ്കിൽ ആധുനികമായ സംവിധാനങ്ങളിലൂടെ സെക്കൻഡുകൾ മാത്രം കേട്ടുപോയവർക്ക് അതിന്റെ യാഥാർത്ഥ്യത്തോടു കൂടിയുള്ള അർത്ഥതലങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ വരും.
ചരിത്രങ്ങളെ മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ലോകമെമ്പാടുമുള്ളത്. നാം ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുന്ന രാജ്യമാണ്. ഈ രാജ്യത്ത് ഹൈന്ദവരും മുസ്ലിങ്ങളും അല്ലാത്തവരുമൊക്കെ തോളോട് തോള് ചേർന്ന് ഒരുമിച്ചു നിന്ന് ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ നടന്നതിന്റെ ചരിത്രങ്ങളെ പേജുകൾ പിറകോട്ട് മറിച്ച് ഓർമ്മകളെ പിറകോട്ട് കൊണ്ടുപോയി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് മഹാരഥന്മാരുടെ പേരുകൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ട്. സമയം ഞാൻ അതിന് കൂടുതൽ ചെലവഴിക്കുന്നില്ല. രാജ്യത്തിന്റെ ഗേറ്റ് എന്ന് പറയുന്ന ഇന്ത്യ ഗേറ്റിന്റെ ഇരുവശങ്ങളിലായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ ബൂട്ടിനടിയിൽ കിടന്ന് അമർന്നു പോകുമെന്ന് തോന്നിയ, അല്ലേ, അവർ നമ്മെ ഒരു അടിമകളെ പോലെ ആക്കി തീർക്കാമെന്ന് വിചാരിച്ച കാലഘട്ടത്തിൽ ആ ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ കരാള ഹസ്തങ്ങൾക്ക് മുന്നിൽ നെഞ്ചു നിവർത്തി നിന്ന് പടപൊരുതിയ നേതാക്കന്മാരെ, ഗാന്ധിജി അടക്കമുള്ള 1,00,000-ഓളം വരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് ഇന്ത്യ ഗേറ്റിന്റെ ഇരുവശങ്ങളിലുമായി മുദ്രണം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കാണാം. 1,00,000-ഓളം വരുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ പോരാളികളുടെ പേരുകൾ ഇന്ത്യ ഗേറ്റിന്റെ 2 വശങ്ങളിലുമായി മുദ്ര ചെയ്യുമ്പോ ഈ നാട്ടിലെ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ 60% പേരുകൾ മുസ്ലിങ്ങളുടെ പേരുകളാണ്. 1,60,000-ൽ പേര് ഇന്ത്യ ഗേറ്റിന്റെ 2 വശങ്ങളിലുമായി എഴുതി ചേർത്തിട്ടുള്ളത് മുസ്ലിങ്ങളുടെ പേരുകളാണ്. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്ന സമയത്ത് മുസ്ലിങ്ങൾ ആരും മാറി നിന്നിട്ടില്ല. ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി, ഒരു മതേതരത്വ രാജ്യമായി, ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന പൂക്കളെ പോലെ, വ്യത്യസ്ത കളറുകളിൽ പാറിക്കളിക്കുന്ന ചിത്രശലഭങ്ങളെ പോലെ ഈ നാട്ടിൽ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും മതമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ വളരെ സൗഹൃദത്തിൽ ജീവിച്ച ചരിത്രമാണ്. അതിനുവേണ്ടി പോരാടിയ ചരിത്രമാണ് രാജ്യത്തിന്റെ ചരിത്രമായി എനിക്കും നിങ്ങൾക്കും വായിക്കാൻ പറ്റുന്നത്. പക്ഷേ ലോകത്തെവിടെയും സംഭവിക്കുന്നത് പോലെ ചരിത്രങ്ങളിൽ മായം ചേർക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വർഗീയതക്കോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള തീവ്രവാദ നിലപാടുകൾക്കോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വംശീയ അതല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള മനുഷ്യഹത്യകൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോ അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെ മനുഷ്യത്വത്തിന് വേണ്ടി, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, മുറൂഇയത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഭാഗം. ഇവിടെ നിങ്ങൾ ആലോചിക്ക്, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെക്കുറിച്ച് ഹൈന്ദവ സഹോദരങ്ങളൊക്കെ കേൾക്കുമ്പോ ഒരു യുദ്ധകൊതിയന്മാരായി, യുദ്ധവെറിയന്മാരായി ഒക്കെ പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ഇപ്പോ ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയട്ടെ. 1-ാം ലോക മഹായുദ്ധത്തിൽ എത്ര മനുഷ്യരാണ് മരിച്ചു വീണത്? 90 ലക്ഷം പ്രിയപ്പെട്ടവരെ സൈനികരാണ് അന്ന് 1-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ചു തീർന്നത്, അല്ലേ? 70 ലക്ഷം സാധാരണക്കാരാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടു പോയത്. എന്ന് പറഞ്ഞാൽ 1 കോടി ഏകദേശം 60 ലക്ഷം ആളുകളാണ് പ്രിയപ്പെട്ടവരെ 1-ാം ലോക മഹായുദ്ധത്തിൽ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി പോയത്. 2-ാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു നോക്കൂ നിങ്ങൾ. കണക്കുകൾ വ്യത്യസ്തമായ നിലയിൽ ചെറിയ വ്യത്യാസത്തോടുകൂടി പരിക്കേറ്റ് പിന്നീട് മരിച്ചവരെ ഉൾപ്പെടുത്താതെ പിന്നെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുമൊക്കെയുള്ള കണക്കുകൾ നിങ്ങൾക്ക് കാണാം. ഏകദേശം 8 കോടിയോളം മനുഷ്യരാണ്
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായത്. അതിൽ 5 കോടി മനുഷ്യർ സാധാരണക്കാരായിരുന്നു. 5 കോടി മനുഷ്യർ സാധാരണക്കാരായിരുന്നു. 2 കോടിയുടെയും 3 കോടിയുടെയും ഇടയിൽ സൈനികരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണം സംഭവിച്ച് ഇല്ലാതെയായത്. റഷ്യൻ വിപ്ലവത്തെ എടുത്തു നോക്ക് നിങ്ങള്. ഏകദേശം 50 ലക്ഷം ആളുകളാണ് റഷ്യൻ വിപ്ലവത്തിൽ മാത്രം ലോകത്ത് നിന്ന് ഇല്ലാതെയായത്. വിയറ്റ്നാം എന്ന് പറയുന്ന വിപ്ലവത്തെ എടുത്തു നോക്കൂ നിങ്ങള്. 40 ലക്ഷം ആളുകളാണ് ലോകത്ത് നിന്ന് ഇല്ലാതെയായത്. ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ടെററിസ്റ്റ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ആരും തയ്യാറായിട്ടില്ലെങ്കിലും ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ കൊന്നു തീർത്തത് ജൂതന്മാരെ മാത്രം 60 ലക്ഷം ജൂതന്മാരെയാണ്. ഹിറ്റ്ലർ ലോകത്ത് നിന്ന് കൊന്നു തീർത്തത് 60 ലക്ഷം ജൂതന്മാരെയാണ്. പിന്നെയോ ലക്ഷക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകരെയാണ് ഹിറ്റ്ലർ കൊന്നു തീർത്തത്. ഞാൻ ചോദിക്കുന്നത്, ഹിറ്റ്ലർ ലോകത്തിന്റെ മുമ്പിൽ ഒരു തീവ്രവാദിയായി, ഒരു ടെററിസ്റ്റായി ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലുമൊക്കെയായി നാഗസാക്കിയുടെ മണ്ണിൽ, ഹിരോഷിമയുടെ മണ്ണിൽ ഇന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ ഉള്ളവരായി നാഗസാക്കിയുടെ മണ്ണിലും ഹിരോഷിമയുടെ മണ്ണിലും ജനിച്ചു വീഴുന്നു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ഇപ്പോൾ തന്നെ കാണാം. അതിന്റെ ചില റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ. സത്യമല്ലേ? നാഗസാക്കിയുടെ മണ്ണിൽ, ഹിരോഷിമയുടെ മണ്ണിൽ. എന്നിട്ട് കാരണം അതിന്റെ കൂടെ എഴുതി ചേർക്കുന്നത് എന്താ? അന്ന് ലോകമഹായുദ്ധത്തിൽ അവിടെ വർഷിപ്പിച്ചിട്ടുള്ള അണുബോംബിന്റെ തിക്തഫലമായിട്ടാണ് ഇന്നും അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾ മെന്റലി റിട്ടാർഡായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് ഡിസാബിലിറ്റി ഉള്ള കുട്ടികൾ അവിടെ ധാരാളം ഉണ്ടാകാനുള്ള കാരണം, അംഗവൈകല്യങ്ങളുള്ള കുട്ടികൾ അവിടെ ധാരാളം ഉണ്ടാകാനുള്ള കാരണം, ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവിടെ ധാരാളം ഉണ്ടാകാനുള്ള കാരണം, അതുപോലെ തന്നെ കൈയും കാലും ഒക്കെ വളഞ്ഞു പോയവരായി, അതുപോലെ ശാരീരികമായ വ്യത്യസ്തമായ വൈകല്യങ്ങൾ സംഭവിച്ചവരായി ആ മണ്ണിൽ ഇന്നും ധാരാളക്കണക്കിന് കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴാനുള്ള കാരണം അന്ന് വർഷിപ്പിച്ചിട്ടുള്ള അണുബോംബിന്റെ തിക്തഫലമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആ ആളുകൾ മരിച്ചു തീരുന്ന മനുഷ്യർക്ക് മേലെ വർഷിപ്പിച്ചിട്ടുള്ള അണുബോംബിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ലോകത്ത് തീവ്രവാദികളായി, വർഗീയവാദികളായി, ഭീകരവാദികളായി, ടെററിസ്റ്റുകളായി ഏത് പാഠപുസ്തകത്തിലാണ് ഞാനും നിങ്ങളും വായിച്ചു കൊണ്ടിരിക്കുന്നത്? ഇല്ല എന്നതാണ് സത്യം, അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ എത്ര യുദ്ധത്തിലാണ് പങ്കെടുത്തത്? സഹാബ കിറാമിന്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത യുദ്ധം വളരെ വളരെ കുറവാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നേരിട്ടോ അല്ലാതെയോ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ 30 താഴെ വരുന്ന യുദ്ധനീക്കങ്ങളിൽ ശരിക്കും മനസ്സിലാക്കണം നിങ്ങള്. ആ യുദ്ധത്തിൽ ആകെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു വീണത് 259 മനുഷ്യർ മാത്രമാണ്. എത്രേ? മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു വീണത്, ശുഹദാക്കളായി മാറിയത് 259 പേരാണ്. ഇനി അമുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, ശത്രുപടയിൽ നിന്ന് മരിച്ചു വീണത് ഒന്നിലല്ല, എല്ലാ യുദ്ധ നീക്കങ്ങളിലും ഒക്കെയായി ആകെ മരിച്ചു വീണത് 758 759 ആളുകളാണ്. അതിന് രണ്ടിനെയും ചേർത്ത് വായിച്ചാൽ കിട്ടുന്ന ആകെ എണ്ണം 1017 1018 എന്ന എണ്ണമാണ്. എന്നിട്ടും ചരിത്രങ്ങളിൽ, തൂലികകളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന പ്രവാചകനെ ഒരു ടെററിസ്റ്റായി കാർട്ടൂൺ വരയ്ക്കാൻ ഡെൻമാർക്കിലെ മനുഷ്യരുടെ കരങ്ങൾ നീങ്ങുന്നത് എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരം ഞാനും നിങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്, അല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രവാചകനെ ഒരു തീവ്രവാദിയായി ചിത്രീകരിച്ച് കാർട്ടൂണിന്റെ മത്സരം വെക്കാൻ വിദേശ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ തയ്യാറായി എന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ പ്രവാചകൻ? ആർദ്രതയുടെ, അനുകമ്പയുടെ, അലിവിന്റെ, സാഹോദര്യത്തിന്റെ, വിനയത്തിന്റെ, വാത്സല്യത്തിന്റെ നിറകുടമായി ജീവിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ മഹാഗുരുവര്യനായ തങ്ങളായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താണ് ആളുകൾക്ക് ഇത്രമാത്രം വെറുപ്പ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ പ്രവാചകൻ ചെയ്ത തെറ്റ്? ഏതെങ്കിലും ഒരു അയൽവാസിയോട്,
ഒരു മിനിറ്റെങ്കിലും പിണങ്ങി നിന്ന ഒരു ചരിത്രം പ്രവാചകനെ കുറിച്ച് പറയാനുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു അയൽവാസിക്ക് ശല്യമായി വർത്തമാനം പറഞ്ഞത്, അതല്ലെങ്കിൽ കൃഷി ചെയ്തത്, ഒരു മരം മുറിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മുറിച്ചു കൊടുക്കാതിരുന്നത് ഉണ്ടോ? ചരിത്രത്തിൽ എവിടെയെങ്കിലും അരിച്ചു പോകുന്ന ഉറുമ്പുകൾ വരി വരിയായി കടന്നു പോകുന്ന സ്ഥലത്ത് തന്റെ സന്തത സഖാക്കളായ അനുചരന്മാരായ സഹാബികൾ പ്രിയപ്പെട്ടവരെ തീയിട്ടപ്പോ, ഇവിടെയാണോ നിങ്ങൾ തീയിട്ടത്? ഉറുമ്പുകൾ അരിച്ചു പോകുന്ന വടിയല്ലേ ഇത് എന്ന് ചോദിച്ച് പ്രവാചകൻ ക്രോധാകുലനാവുകയും പ്രവാചകൻ ദുഃഖിതനാവുകയും ആ തീ കെടുത്തിക്കളയൂ എന്ന് ആർക്കു വേണ്ടി അതിലൂടെ അരിച്ചു പോകുന്ന ഉറുമ്പുകൾക്ക് വേണ്ടി സംസാരിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ. അതാ ഞാൻ പറഞ്ഞത്, ആർദ്രതയുടെ, അനുകമ്പയുടെ, അലിവിന്റെ, വാത്സല്യത്തിന്റെ നിറകുടമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല പകിട്ടാർന്ന ചിറകുകളുള്ള ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളെ കൂട്ടിലിരുത്തി തീറ്റ കൊടുത്ത് പാറിക്കളിക്കാൻ പ്രായമായി വരുന്നേ ഉള്ളൂ. അതിൽ നിന്നൊരു പക്ഷിക്കുഞ്ഞിനെ എടുത്ത് ഒരു സഹാബി പ്രവാചകൻ അതിന്റെ കൗതുകം കണ്ട് നബിക്കൊരു ഗിഫ്റ്റായി കൊടുത്തപ്പോ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊറ്റി വീണിട്ട് പറഞ്ഞു, ആ തള്ളപ്പക്ഷി വാവിട്ട് കരയുന്നത് കണ്ടില്ല നീ? ആ കുഞ്ഞിനെ ആലോചിച്ചുകൊണ്ടാണ് അത് കരയുന്നത്. നീ ആ കൂട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്തിട്ടാണ്, അതിൽ ദുഃഖിതയായിട്ടാണ് ആ പക്ഷി കരയുന്നത്. അതുകൊണ്ട് ആ തള്ളപ്പക്ഷിക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കൂ, കൂട്ടിലേക്ക് തിരിച്ചു വെക്കൂ എന്ന് പറഞ്ഞ ഒരു പക്ഷി, ഒരു തള്ളപ്പക്ഷിയുടെ കരച്ചിൽ പോലും സഹിക്കാനാവാത്ത ആർദ്രതയുടെ, അനുകമ്പയുടെ പ്രവാചകൻ. ആ പ്രവാചകനെ എന്തുകൊണ്ടാണ് ലോകത്തിങ്ങനെ പ്രിയപ്പെട്ടവരെ എല്ലാ തിന്മകളുടെയും അതാ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി സംസാരിക്കാൻ ആളുകൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ലോകത്ത് ഇന്ന് 230 കോടിയോളം ക്രൈസ്തവരുണ്ട്, ഏകദേശം 200 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. രണ്ടാം സ്ഥാനത്ത് ജനസംഖ്യയിൽ നിൽക്കുന്ന സമുദായമാണ് മുസ്ലിങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട്, കളവ് പറയാത്ത തിരുനാവ് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് 1-ാം സ്ഥാനത്ത് ജനസംഖ്യയിൽ മുസ്ലിങ്ങളാവാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതാണ്. അത് ഇവിടെ ലോകത്ത് നടക്കും. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ ഏതൊക്കെ അർത്ഥത്തിലുള്ള നുണക്കഥകളും അതേ കുപ്രചരണങ്ങളും അപവാദങ്ങളും അപഹാസ്യങ്ങളും ആരോപണങ്ങളും അടിച്ചുവിട്ടാലും, അമ്പുകൾ തൊടുത്തുവിടുന്നത് പോലെ ഈ അർത്ഥത്തിലുള്ള ആരോപണങ്ങളും എല്ലാം തൊടുത്തുവിട്ടാലും ഇസ്ലാം അതിന്റെ വളർച്ചയിലേക്ക് നടക്കും. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിന്റെ മതമാണ് ഇസ്ലാം. എന്നെ കേൾക്കുന്ന ക്രൈസ്തവരെ, എന്നെ കേൾക്കുന്ന ഹൈന്ദവരെ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരെ, എന്താണ് മുസ്ലിം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരല്ല. അല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു സമർപ്പണത്തിന്റെ മതമാണ്, അത് ഒരു മോക്ഷത്തിന്റെ വഴിയാണ്, അതൊരു രക്ഷയുടെ മാർഗമാണ്, അതൊരു സമാധാനത്തിന്റെ മാർഗമാണ്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. ഓം ശാന്തി ശാന്തി എന്ന് നിങ്ങളുടെ അമ്പലത്തിൽ നിന്ന് പറയുന്നത് പോലെ അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ ശാന്തി ഉണ്ടാവട്ടെ, നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. ഇസ്ലാം അതൊരു സമാധാനത്തിന്റെ മതമാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം കണ്ടവരുണ്ടാകാം. മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിൽ ഈ സമൂഹത്തിന് ഉപകാരപ്പെടാത്ത സ്വഭാവം ചെയ്തവരുണ്ടാകാം. അത് മതത്തിന്റെ കുഴപ്പമല്ല. അല്ല, എല്ലാ വേദപുസ്തകങ്ങളും ഉപനിഷത്തുകളും ഋഗ്വേദവും അതുപോലെ തന്നെ അഥർവവേദവും എല്ലാ സാമവേദവും അല്ലെങ്കിൽ ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും പരിശുദ്ധ ഖുർആനും ഇനി ലോകത്തറിയപ്പെടുന്ന ഉപനിഷത്തുകളും എല്ലാം എടുത്താൽ ധർമ്മമാണ് പറയുന്നത്. എന്നിട്ട് ആ വേദപുസ്തകങ്ങൾ വീട്ടിൽ വെച്ചവർ കൊലപാതകം നടത്തുമ്പോ വേദപുസ്തകങ്ങളുടെ കുഴപ്പമാണോ? അല്ല പ്രിയപ്പെട്ടവരെ. അവർ മദ്യപിക്കുമ്പോ വേദപുസ്തകത്തിന്റെ തകരാറുകളാണോ? അവർ വ്യഭിചരിക്കുമ്പോ അവരുടെ മതത്തിന്റെ പ്രശ്നമാണോ? അല്ല, അല്ല. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതം അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മതമാണ്. ഇവിടുത്തെ ആകാശത്തിന്റെ മേലാപ്പിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ, പറവകൾ ചിറകുകൾ നിവർത്തിപ്പിടിച്ച് ചിറകടിക്കാതെ ചില സമയങ്ങളിൽ ഇങ്ങനെ പറക്കുന്നത് കാണാം. എന്താണത്? അവർ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ രക്ഷിതാവിനെ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്, പ്രകീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്, സ്തോത്രകീർത്തനങ്ങൾ അർപ്പിക്കുകയാണ് എന്ന്
അള്ളാഹുവിന്റെ കലാമ് നമ്മളെ പഠിപ്പിക്കുകയാണ്. മാളത്തിലിരിക്കുന്ന ഉറുമ്പുകളും വെള്ളത്തിന്റെ അടിയിലെ കൂളിയിട്ട് പോകുന്ന മത്സ്യങ്ങളും ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ജീവജാലങ്ങളുമെല്ലാം ആ പ്രപഞ്ചത്തിന്റെ നാഥനെ സ്തുതിക്കുകയാണ്, സ്മരിക്കുകയാണ്, ഓർക്കുകയാണ്, പ്രകീർത്തിക്കുകയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന രണ്ട് കാലുള്ള പ്രത്യേകമായ ബുദ്ധിയുള്ള വിവേചന ശക്തിയുള്ള ജീവിയുണ്ടല്ലോ, അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ മുമ്പിൽ ധിക്കാരം ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൽബുണ്ട്, ചിന്തിക്കാൻ പറ്റുന്ന കൽബ്, ഹൃദയമുണ്ട് ഉണ്ടല്ലോ. എല്ലാ മനുഷ്യരുടെയും വാരിയെല്ലുകൾ കൊണ്ട് എത്ര മനോഹരമായിട്ടാണ്, എത്ര സുരക്ഷിതമായിട്ടാണ് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് ഈ ഹൃദയത്തെ തന്റെ ശരീരത്തിൽ വെച്ചിട്ടുള്ളത്. ആ ഹൃദയം ലഹും ഖുലൂബ്, ഖുർആൻ പറയാ ലയഫ്ഖഹൂന ബിഹാ. ഹൃദയമുണ്ടായിട്ട് എന്താണ് കാര്യം? ചില ആളുകൾ ആ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അവർക്ക് കാതുകളുണ്ട്, ഞാൻ അതിന്റെ ഓർഡറിലല്ല അത് പറയുന്നത്. വലഹും അയ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണുകയില്ല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, പക്ഷേ ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കുകയില്ല. ഉലൈക കൽ അൻആം, അവർ നാക്കാലികളെ പോലെയാണ്. നാക്കാലിക്ക് ഈ റോഡിലൂടെ കടന്നു പോകുന്ന എരുമക്കും പോത്തിനും ആടിനും ഒന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. ഇത് യജമാനന്റെ സ്ഥലമാണ് എന്നും, ഇത് അയൽവാസിയുടെ സ്ഥലമാണ്, ഇത് അമ്പലമാണ്, അത് പള്ളിയാണ്, ഇത് ചർച്ചാണ്, അതൊന്നും അവർക്കറിയില്ല. അവർക്കറിയില്ല. അവർ പള്ളിയുടെ മുമ്പിലോ അമ്പലത്തിന്റെ മുമ്പിലോ വെച്ച് ഇണചേരും. അവർ ഒരുപക്ഷെ പള്ളിയുടെ മുറ്റത്ത് കയറി അവർ കാട്ടിച്ചെന്നു വരും, അവർക്കറിയില്ല. അതുപോലെയാണ് ചില മനുഷ്യർ, കൽബുണ്ടവർക്ക്, ഹൃദയമുണ്ടവർക്ക്, പക്ഷേ ചിന്തിക്കാൻ പറ്റുന്ന ഹൃദയം തന്നിട്ടും ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത ചില മനുഷ്യരുണ്ട്. ഇത് ഖുർആന്റെ പ്രയോഗമാണ്. കണ്ണുണ്ടവർക്ക് അന്ധത ബാധിച്ചവരായി ജനിച്ചവരല്ല, അവർ ഈ പ്രകൃതിയെ കാണുന്നുണ്ട്, ഉണ്ട്. വാരി വിതറിയ മിന്നാമിനുകളെ പോലെ അതീവ വിദൂരതയിൽ നിൽക്കുന്ന അത്ഭുതകരമായ ആശ്ചര്യഭരിതമായ നക്ഷത്രങ്ങളെ അവർ നോക്കിക്കാണുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാണേണ്ടതുപോലെ കാണാൻ, കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ, ധർമ്മത്തിന്റെ, നീതിയുടെ, സത്യത്തിന്റെ വഴികളെ കുറിച്ച് പറയുമ്പോ തന്റെ കാതുകൾ ഈയമുരുക്കി ഒടുക്കി അത് അടച്ചു പൂട്ടിയതുപോലെ അല്ലേ അന്ന് നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ, ഏകദൈവ വിശ്വാസത്തെ പറയാൻ, ധർമ്മത്തെ പറയാൻ, സത്യത്തെ പറയാൻ, നീതിയെ പറയാൻ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോ ഉടുത്തിരിക്കുന്ന തുണിയുടെ അഗ്രഭാഗം ഉയർത്തിപ്പിടിച്ച് ചെവികളിലേക്ക് വിരലുകൾ ചുറ്റി തിരികെ പിടിച്ച് ഈ പ്രവാചകൻ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കരുത്, കേട്ടുപോകരുത് എന്ന നിലക്ക് ചെവിയെ, കാതുകളെ അടച്ചു പിടിച്ചവർ അന്നുണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെയാണ് ചില മനുഷ്യർ, കാതുണ്ടായിട്ട് കേൾക്കാൻ, കേൾക്കേണ്ടത് കേൾക്കാൻ പറ്റാത്തവർ, കണ്ണുണ്ടായിട്ട് കാണേണ്ടത് കാണാൻ പറ്റാത്തവർ, കൽബുണ്ടായിട്ട്, ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ പറ്റാത്തവർ, 496 കിലോമീറ്റർ നീളമുള്ള ഞരമ്പുകൾ ചുരുട്ടി വെച്ച് തലച്ചോറ് കൊടുത്തിട്ട് ആ ബ്രെയിന് വേണ്ടതുപോലെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്തവർ. എന്നെ കേൾക്കുന്ന ഹൈന്ദവരെ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളല്ലാത്തവരെ, നമ്മുടെ തലയോട്ടിക്കുള്ളിൽ കിടക്കുന്ന ഒരു ഉള്ളൻ കയ്യിൽ ഇങ്ങനെ എടുത്തു പൊക്കാൻ പറ്റുന്ന തലച്ചോറ് എന്ന് പറയുന്നത് അത് ഞരമ്പുകൾ ചുരുട്ടി 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 വെച്ചതാണ്. അതൊന്ന് നിവർത്തിയാൽ, ഒരാളുടെ മാത്രം തലച്ചോറൊന്ന് നിവർത്തിയാൽ 596 കിലോമീറ്റർ നീളമുണ്ട് എന്ന് ശാസ്ത്രലോകം, സയന്റിസ്റ്റുകൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോ, ശാസ്ത്രലോകം ലോകത്തോട് വിളിച്ചു പറയുമ്പോ, വിശ്വഗ്രന്മാർ ലോകത്തോട് വിളിച്ചു പറയുമ്പോ, ഈ അത്ഭുതകരമായ സംവിധാനം മനുഷ്യ ശരീരത്തിൽ തന്നവനെ കുറിച്ച് ആലോചിക്കേണ്ടതല്ലേ സഹോദരങ്ങളെ? അല്ലേ? എന്നെ കേൾക്കുന്ന, ഈ സൗകര്യം ഒരുക്കി തന്ന ഈ അമ്പല കമ്മിറ്റിയോടും, ഈ നാട്ടിലെ ഹൈന്ദവരോടും, ഈ നാട്ടിലെ മുസ്ലിങ്ങളോടും, ഈ നാട്ടിലെ മനുഷ്യരോടും, നമ്മളെല്ലാവരും ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്. ആദ്യത്തെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യത്തെ ഉമ്മയാകുന്ന ഹവ്വ, ഈ രണ്ട് മഹാ വ്യക്തിത്വങ്ങളുടെ മക്കളായി കടന്നു വന്നവരാണ് നമ്മൾ. ജാതിയും മതവും വർഗവും ഒക്കെ, ഗ്രൂപ്പുകളും സംഘങ്ങളും ഒക്കെ മനുഷ്യരെ നമുക്കിടയിൽ വന്നുപോയതാണ് അല്ലേ? ഒരേ അമ്മയുടെ, ഒരേ അച്ഛന്റെ മക്കളാണ്, ഒരേ ഉമ്മയുടെ, ഉപ്പയുടെ മക്കളാണ് നമ്മൾ. ചിന്തിക്കണം, ആലോചിക്കണം. അപ്പോ നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ്.
പരസ്പരം സഹോദരങ്ങളാണ്. പക്ഷേ വഴിമാറിയ സഞ്ചാരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പല വിശ്വാസങ്ങളാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന്റെ ബോഡി കഴുകന്മാർ തിന്നു തീർക്കുന്നത് വരെ എല്ലാ പൂജാകർമ്മങ്ങളും കഴിഞ്ഞിട്ട് കഴുകന്റെ മുന്നിലേക്ക് വെച്ചുകൊടുത്ത് ആ കഴുകന്മാർ തിന്നു തീർക്കുന്നത് വരെ നോക്കി നിൽക്കേണ്ടി വരുന്ന ആചാരം ലോകത്ത് നടപ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആ മാംസഭാഗങ്ങളെ മുറിച്ചെടുത്ത് മാറ്റുന്ന ആചാരങ്ങൾ ലോകത്തുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആചാരങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി കബറടക്കുന്ന, സെമിത്തേരിയിൽ കൊണ്ടുപോയി കബറടക്കുന്ന, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കുന്ന മാന്യമായ രീതികൾ നമ്മുടെയൊക്കെ നാട്ടിൽ അതാണുള്ളത്. പല വിധത്തിലുള്ള ആചാരങ്ങളുണ്ട്. എല്ലാവർക്കും പല ന്യായങ്ങളും പറയാനുണ്ട്. എങ്കിൽ ഈ നാട്ടിലെ മനുഷ്യരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ജീവിതം ആരു തന്നതാണ്? തെറിച്ചു വീഴുന്ന ഒരു തുള്ളി ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് ആരാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞയച്ചത്? ആരാ? എന്നിട്ട് അണ്ഡവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് ഒന്നാമത്തെ ഭിത്തിക്ക് ദ്വാരമുണ്ടാക്കി, രണ്ടാമത്തെ ഭിത്തി കോട്ടയുണ്ടാക്കി, മൂന്നാമത്തെ ഭിത്തിയിൽ അട്ടയെ പോലെ തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ആരാണ് പ്രിയപ്പെട്ടവരെ ഗർഭപാത്രത്തിനുള്ളിൽ സംവിധാനിച്ചത്? ഉത്തരം വേണ്ടേ? അതില് എന്നെ കേൾക്കുന്ന നമുക്കെന്ത് റോളാണുള്ളത്? നമ്മൾ നമ്മുടെ ഭാര്യയുമായി ജീവിതം പങ്കിടുന്നു. ആ ഗർഭപാത്രത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഈ പ്രവർത്തനത്തിൽ നമുക്കെന്ത് റോളാണുള്ളത്? എന്ത് റോളാണ്? ശാരീരികമായ ചേർക്കേണ്ട ബന്ധത്തെ ചേർക്കാൻ പറഞ്ഞു. അതിനപ്പുറമായി പ്രിയപ്പെട്ടവരെ നമുക്കെന്ത് റോളുണ്ട്? ഈ അണ്ഡം ചേർന്ന്, ഈ ബീജം ചേർന്ന് ലക്ഷക്കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്തത് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, വിരാട് പുരുഷൻ ഉദ്ദേശിക്കുന്നത്, ഹിരണ്യഗർഭൻ ഉദ്ദേശിക്കുന്നത്, ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് മാതാവിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ഏറ്റവും മൂന്നാമത്തെ ഭിത്തിയിൽ ചെന്ന്, അതെ, അത് ഖുർആൻ പറഞ്ഞതാ, 3 ഇരുട്ടറയുണ്ട് എന്ന്. ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണം. എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കത്ത് പോലും സ്വന്തം എഴുതാൻ അറിയില്ല. ആ പ്രവാചകന് വേറൊരാളെ എഴുതി കൊടുക്കണം. ആ പ്രവാചകനാണ്. എത്ര കാലമായി നമ്മുടെ നാട്ടിലൊക്കെ ഈ അർത്ഥത്തിലുള്ള ഇന്റർനെറ്റ് യുഗമായിട്ട്, എത്ര കാലമായി നമ്മുടെ വീടുകളിലൊക്കെ കമ്പ്യൂട്ടർ എത്തിയിട്ട്, എത്ര കാലമായി നമ്മുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോണുകൾ എത്തിയിട്ട്? ഒരു 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം മുമ്പ് ഈ അവസ്ഥയായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ. അപ്പൊ പ്രവാചകൻ ജീവിച്ചത് മക്കയുടെ മണ്ണിൽ ജനിച്ച്, അല്ലേ, അവിടെ 63 കൊല്ലക്കാലം മക്കയിലും മദീനയിലും ഒക്കെയായി ജീവിച്ചത് 1450 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ആ പ്രവാചകൻ ഓതിക്കൊടുക്കുന്ന വചനമാണ് യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാതിൻ സലാസ്. ഓരോ മാതാവിന്റെയും ഓരോ സ്ത്രീയുടെയും ഗർഭപാത്രത്തിനുള്ളിൽ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹ് നിങ്ങളെ ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് സൃഷ്ടിക്കുന്നു, സംവിധാനിക്കുന്നു. എവിടെ? ഉമ്മയുടെ, മാതാവിന്റെ, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ഗർഭപാത്രത്തിന് 3 പാളികൾ ഉണ്ടെന്നും ഓരോ പാളിക്കും 3 അടുക്കുകൾ ഉണ്ടെന്നും അത് 3 ഇരുട്ടറകളാണ് എന്നും ശാസ്ത്രം കണ്ടെത്തി ലോകത്തോട് വിളിച്ചു പറയുമ്പോ 1400 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതമോദി 39 അധ്യായം സൂറത്ത് സുമറിൽ 6-ാമത്തെ ആയത്ത് ഓതി കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വരാനിരിക്കുന്ന മനുഷ്യർക്ക് മാർഗദർശനമായി തന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിന്റെ മുന്നിലേക്ക് ഓതിക്കൊടുത്ത വചനങ്ങളാണത്. ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ ഞാൻ ഈ നാട്ടിലെ മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുമോ? എന്തിനാണ് ഈ ജീവിതം? ഇവിടെ കുറെ രസിച്ച്, കുറെ രമിച്ച്, കുറെ അധ്വാനിച്ച്, കുറെ കഷ്ടപ്പെട്ട്, കുറെ ആളുകൾ കൂലിപ്പണിയെടുക്കുന്നു, കുറെ ആളുകൾ ഓട്ടോ ഓടിക്കുന്നു, കുറെ ആളുകൾ ടാക്സി ഓടിക്കുന്നു, കുറെ ആളുകൾ നല്ല ഉദ്യോഗത്തിലിരിക്കുന്നു, കുറെ ആളുകൾ ഡോക്ടർമാരായി മാറുന്നു, കുറെ ആളുകൾ ബിരുദാനന്ദ ബിരുദങ്ങൾ നേടുന്നു, കുറെ വ്യക്തിത്വങ്ങൾ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായി മാറുന്നു. ലോകത്തിന്റെ വലിയ പുരോഗതിയുള്ള ഉത്തുംഗതയുടെ ആ വലിയ കസേരകളിൽ കയറിയിരിക്കുന്നു, വലിയ പദവി വഹിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് മന്ത്രിമാരാകുന്നത്, നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചവരാണ് ഒരു രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നത്, അധികാരത്തിന്റെ ഈ കസേര ചലിപ്പിക്കുന്നത്, ചക്രം തിരിക്കുന്നത്. അവരൊക്കെ നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജനിച്ചു വന്നവരാണ്, അല്ലേ? പിന്നെ എങ്ങനെയാണ്
എങ്ങനെയാണ് അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയത്? അതൊക്കെയാണ് മനുഷ്യന്റെ ജീവിത നടപടിക്രമങ്ങളിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരായി ഈ ലോകത്ത് നിന്ന് ഒരു സെക്കൻഡിൽ ലോകത്ത് 3 ആൾ മരിക്കുമ്പോ, ഒരു സെക്കൻഡിൽ ലോകത്ത് 3 പേർ മരിച്ചു വീഴുമ്പോ, എന്റെ സംസാരം തുടങ്ങിയിട്ട് പ്രിയപ്പെട്ടവരെ ഒരു അരമണിക്കൂർ സമയമായിട്ടുണ്ടെങ്കിൽ ഏകദേശം 5000-ലധികം ആളുകൾ എന്റെ പ്രസംഗം തുടങ്ങിയതിനു ശേഷം ലോകത്ത് നിന്ന് മരിച്ചു. ഒരു സെക്കൻഡിൽ ലോകത്ത് 3 ആൾ മരിക്കുന്നു. അപ്പോൾ 60 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു മിനിറ്റിൽ 180 ആൾ മരിക്കുന്നു. 10 മിനിറ്റിൽ 1800 ആൾ മരിക്കുന്നു. 20 മിനിറ്റിൽ 3600 ആൾ മരിക്കുന്നു. അരമണിക്കൂറിൽ 5000-ലധികം ആളുകൾ ലോകത്ത് നിന്ന് മരിച്ചു തീരുന്നു. എന്നെ കേൾക്കുന്ന ഹൈന്ദവരെ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളെ, ജേഷ്ഠാനിയന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഭൂമിയിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല, നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പിന്റെ വാറോളം അടുത്ത് കിടക്കുകയാണ് നമ്മുടെ മരണം, അല്ലേ? ഈ മരണ ഡ്യൂട്ടി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് കൊടുത്തിട്ടുള്ളത് മലക്കുൽ മൗത്ത് എന്ന് പറയുന്ന മലക്കിനാണ്. ആ മലക്കിനറിയാം. ശിഹാബടക്കര എന്ന് പറയുന്ന ഞാൻ ഏകദേശം കോഴിക്കോട്ടേക്ക് 90 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇനി ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുമോ, എന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുമോ എനിക്ക് പറയാനറിയില്ല. ഒരു ഗ്യാരണ്ടിയുമില്ല. ഉറപ്പിച്ച് വീരവാദം മുടക്കാൻ എനിക്ക് ധൈര്യമില്ല. അത്ര ദുർബലനാണ് ഞാൻ. ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ചു പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ വ്യക്തിത്വം ഇസ്ലാമിക ലോകത്തുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനോടുള്ള വെല്ലുവിളിയാണ്. ദൗർബല്യമുള്ളവനാണ് മനുഷ്യൻ, ദുർബലനാണ് മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര നിസ്സാരനാണ് മനുഷ്യൻ, അല്ലേ? തടിച്ച് നല്ല തടിമാടനായി നാളെ പരലോകത്ത് വരുന്ന ഒരാൾ, ദീനീബോധമില്ല, പരലോകബോധമില്ല. അവൻ ഭൂമിയിൽ ജീവിത ലക്ഷ്യമറിയാതെ ജീവിച്ചു മരിച്ചവനാണ്. ഒരു കൊതുകിന്റെ 2 ചിറകല്ല, ഒരു കൊതുകിന്റെ 1 ചിറകിന്റെ വില പോലും ഞാൻ അവന് കൽപ്പിക്കുകയില്ല എന്ന് ഇന്നു തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ ലോകത്തിന്റെ മുമ്പിലേക്ക് അല്ലാഹു തആല പഠിപ്പിച്ച ഹദീസിൽ വന്നതാണത്. ഒരു കൊതുകിന്റെ 1 ചിറകിന്റെ വില പോലും നാളെ അവന് പരലോകത്തുണ്ടാവില്ല. ഇന്ന് ഇവിടെ പല അധികാര കസേരകളിലും ഇരിക്കുന്നവരായിരിക്കാം, വലിയ വലിയ ക്ലബ്ബുകളുടെ നേതൃത്വം വഹിക്കുന്നവരായിരിക്കാം, സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്നവരായിരിക്കാം, അമ്പലത്തിന്റെയോ ചർച്ചിന്റെയോ പള്ളിയുടെയോ, അതല്ല വലിയ വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളുടെയോ, അതുമല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ ദൈവവിശ്വാസമില്ലാത്തവനായി ഈ ഭൂമിയിലേക്ക് എന്തിനു വന്നു എന്നറിയാതെ, എന്തിന് ജീവിച്ചു എന്നറിയാതെ, ഇവിടെ ഇങ്ങനെ ഒരു ഒഴുക്കിൽപ്പെട്ട് ജീവിച്ച് ജീവിത ലക്ഷ്യമറിയാതെ മരിച്ചുപോയാൽ, പ്രിയപ്പെട്ടവരെ, ഒരു കൊതുകിന്റെ 1 ചിറകിന്റെ വില പോലുമില്ലാത്ത പാരത്രികമായ ലോകത്ത് നീതിപൂർവമായ റബ്ബിന്റെ കോടതിയിൽ, അതേ ഒരു കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ നീതിനിഷ്ഠമായ ആ കോടതിയിൽ 1 കൊതുകിന്റെ ചിറകിന്റെ വില പോലും അവനുണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാ. ഇതൊക്കെ സത്യല്ലേ? അതുകൊണ്ട് എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം? ഇവിടെ എന്തിനു വന്നതാണ്? നിങ്ങൾ പതുക്കെ ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്തിനാ നമ്മൾ വന്നത്? ചില ആളുകൾ ജനിച്ച ഉടനെ മരിക്കുന്നു, ചില ആളുകൾ 10 വയസ്സ് 20 വയസ്സ്, ചില ആളുകൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ്. കുട്ടികളൊക്കെ പല മതവിഭാഗത്തിൽപ്പെട്ടവർ മരിച്ചു പോകുന്നു. കുല്ലു വലദിൻ യൂലദു അലൽ ഫിത്റ. എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ്. ഹൈന്ദവന്റെ കുട്ടി, ക്രൈസ്തവന്റെ കുട്ടി, നിരീശ്വരവാദിയുടെ കുട്ടി എന്നൊന്നുമില്ല. കുട്ടികളൊക്കെ മരിച്ചാൽ അവർ രക്ഷപ്പെട്ടു. അതിനർത്ഥം കുട്ടികൾ മരിക്കണം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അവര് പോയതിൽ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ അവർക്ക് നാളെ പരലോകത്ത് പ്രത്യേകമായ ശിക്ഷ അനുഭവിക്കാത്ത വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റും. അവർ കുഞ്ഞുമക്കളാണ്. ഫലസ്തീനിൽ ജൂതപട്ടാളം ഇങ്ങനെ തോക്ക് പിടിച്ച് ഉമ്മയുടെ കയ്യിൽ നിന്ന് വലിച്ചൂരിക്കൊണ്ടുപോയി ഒന്നും അറിയാത്ത നിഷ്കളങ്കയായ ആ പാവപ്പെട്ട കുട്ടികൾക്ക് നേരെ തോക്ക് ചൂണ്ടി വെടിയുതിർത്ത് കൊന്നു തീർക്കുമ്പോ ജൂതപട്ടാളത്തിന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് പോലും, സിമ്പതിയുടെ ആർദ്രതയുടെ കണ്ണുനീര് പോലും ഉണ്ടാവാതെ കൊന്നു തീർത്തവരുണ്ടല്ലോ, അവർ ചിരിക്കുകയാണ്. അവർ നാളെ പരലോകമെന്ന് പറയുന്ന റബ്ബിന്റെ കോടതിയിൽ ചിരിക്കാനുള്ളവരാണ്, അല്ലേ? ഇനി ഞാൻ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ.
അപ്പോ ഇവിടെ അങ്ങനെ ജീവിച്ചു മരിച്ചു തീർന്നാൽ മതിയോ പ്രിയപ്പെട്ടവരെ? ചില ആളുകളുടെ വിശ്വാസപ്രകാരം നമ്മൾ ഇവിടെ അങ്ങനെ ജനിച്ചു, ഇവിടെ ജീവിച്ചു, എന്നിട്ട് ആ ജീവിച്ചിട്ട് അങ്ങനെ അവസാനിക്കുകയാണ്. അങ്ങനെ ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി മണ്ണിലേക്ക് വെച്ചു. അതോടുകൂടി അവിടെ പുഴുക്കൾ കയറി, പ്രാണികൾ കയറി, നമ്മുടെ ശരീരം ഇങ്ങനെ തിന്നു തീർത്ത് കുറച്ചുകൂടി കഴിയുമ്പോ സോഫ്റ്റായ എല്ലുകളൊക്കെ തീർന്ന് അവസാനം ബലവത്തായ ചില എല്ലുകൾ മാത്രം ബാക്കിയാകുന്ന, അതും പതുക്കെ 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 നുരുമ്പാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മടങ്ങുമ്പോ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇതേ സംശയം 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ വരുമ്പോ അവിടുത്തെ ആളുകൾ ചോദിച്ച ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്ത് യാസീൻ, മുസ്ലിം ഉമ്മത്ത് സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് യാസീനിൽ കാണാം. വലറബ ലനാ മസല വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. ഈ ആയത്ത് മുസ്ലിം ഉമ്മത്തിന് പ്രത്യേകിച്ചറിയും. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുന്ന മുസ്ലിങ്ങളെ, അർത്ഥം നമ്മൾ പ്രത്യേകിച്ച് അറിയണം, ആശയം അറിയണം, അതിന്റെ അർത്ഥ ഗാംഭീര്യങ്ങൾ അറിയണം, അതിന്റെ അർത്ഥത്തിന്റെ ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റണം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയുമോ? ലോകരക്ഷിതാവായ റബ്ബ് പറയാ കേട്ടോ. അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ മനുഷ്യന്മാർ ചോദിച്ച ചോദ്യമുണ്ട്. ഈ എല്ലുകളൊക്കെ നുരുമ്പി ഇതിന്റെ പശ്ചാത്തലം വായിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ ഒട്ടകങ്ങൾ ചത്തുപോയിട്ട് കുഴിച്ചിട്ട സ്ഥലത്ത് കാട്ടറബികളായ ആളുകൾ വന്ന് അവർ കുഴിച്ചിട്ട ഒട്ടകങ്ങളെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കി ഒട്ടകത്തിന്റെ നുരുമ്പി പോകുന്ന എല്ലുകളെ കയ്യിലെടുത്തിട്ട് അതിങ്ങനെ പൊടിച്ച് പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ധൂളികളായി പൊടികളായി ഇങ്ങനെ പാറിപ്പിച്ചിട്ടാണ് അവർ ചോദിച്ചത്. എല്ലും കോലുമായി നുരുമ്പി ദ്രവിച്ച് ധൂളികളായി പോയ ഒട്ടകങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ മനുഷ്യരും മരിച്ചു മണ്ണിലേക്ക് വെച്ചാൽ ഇതായിരിക്കുമല്ലോ. അങ്ങനെ നുരുമ്പിപ്പോയ പൊടികളായി പോകുന്ന ഈ എല്ലുകളിൽ നിന്ന് രണ്ടാമത് കൊണ്ടുവരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു പുനർജീവിതമുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയെ. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. ആരാ ആദ്യം സംവിധാനിച്ചത്? ഇപ്പോ ഒരു മനുഷ്യന്റെ ദ്രവിച്ച എല്ലിന്റെ പൊടിയെങ്കിലും ഉണ്ടല്ലോ. എന്നാൽ മനുഷ്യ, ഇത് ചോദിക്കുന്ന സുഹൃത്തെ, നീ ഒന്നാമതായി ഭൂമിയിലേക്ക്, രണ്ടാമതായി പുനർജീവിതത്തെ കുറിച്ച് പിന്നെ ചിന്തിക്കാം. ഒന്നാമതായി നീ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ ഏത് മോഡലിൽ നിന്നാണ്, മാതൃകയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ നാഥൻ നിന്നെ കൊണ്ടുവന്നത്? അതിനുത്തരമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? അലഖ്, അതെ, ഒരു രക്തപിണ്ഡത്തിൽ നിന്ന്, മുളഖത്ത്, ഒരു മാംസപിണ്ഡത്തിൽ നിന്ന്, പിന്നെ എല്ലുകൾ കൊടുത്ത് മാംസം കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞ് 9 മാസവും ഏതാനും ദിവസവും നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടത്തി നിന്നെ പുറത്തു കൊണ്ടുവന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഏതൊരു മാതൃകയിൽ നിന്നാണ് നിന്നെ ആദ്യം സംവിധാനിച്ചത്? അവന് നിന്നെ രണ്ടാമത് കൊണ്ടുവരാൻ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കൊണ്ടുവന്നവന് രണ്ടാമത് നിന്നെ കൊണ്ടുവരാൻ എന്തു പ്രയാസമാണ് ഉള്ളത് എന്ന് ചോദിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ചോദിച്ചത്. ഈ നാട്ടിൽ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ആ ശ്മശാനത്തിൽ കൊണ്ടുപോയി നമ്മെ വെച്ച് മടങ്ങുമ്പോ ഇതോടുകൂടി തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റായ വിചാരമാണ്. നിങ്ങൾ ബുദ്ധിപരമായി, യുക്തിപരമായി ഒന്ന് ആലോചിച്ചു നോക്കുക. ഇവിടെ നിങ്ങളുടെയൊക്കെ നാട്ടിലും നമ്മുടെയൊക്കെ നാട്ടിലുമൊക്കെ 3-4 വയസ്സ് പ്രായമുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തവരുണ്ട്. അതൊക്കെ മീഡിയകൾ തുറന്നാൽ നിങ്ങൾക്ക് കാണാം. ആരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല. ഏതെങ്കിലും കുറ്റവാളികളുടെ പേര് പറയുക എന്നതല്ല നമ്മുടെ സംസാരത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് പറയുന്നില്ല. ഒരു ബിൽഡിങ്ങിന്റെ പിറകുവശത്തേക്ക് 4 വയസ്സുള്ള പെൺകുട്ടിയെ മിഠായി വാങ്ങിക്കൊടുത്ത് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയുടെ ആന്തരിക അവയവം പൊട്ടിപ്പോയി ആർത്തുകരഞ്ഞ കുഞ്ഞ്, ഈ മൃഗതുല്യനായ കാമഭ്രാന്തനായി മാറിയ മനുഷ്യന്റെ മുമ്പിൽ ജീവനറ്റുപോയ കഥ ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവര്. എങ്കിൽ ആ മനുഷ്യന് കോടതിയിൽ നല്ല വക്കീലിനെ വെച്ച്, മരിച്ചുപോയ കുട്ടിയുടെ ഭാഗത്ത് നല്ല വക്കീലിനെ വെച്ച് ഇവൻ തെറ്റു ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റാതെ പോയാൽ
കോടതി തെളിവിന്റെ അഭാവം മൂലം വെറുതെ വിടും. അവൻ രണ്ടാമതും മൂന്നാമതും ഈ തെറ്റാവർത്തിക്കും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ, കുറ്റവാളികൾ, കള്ളന്മാർ, കൊള്ളക്കാർ പലരെയും പിടിച്ച വാർത്ത പത്രത്തിൽ വരുമ്പോ താഴെ അതിന്റെ ഹെഡിങ് കഴിഞ്ഞ് അതിന്റെ വാർത്ത വായിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാകും 2 തവണ ഇവൻ ജയിലിൽ കിടന്നവനാണ്, 4 തവണ ഇവനെ ജയിലിലടച്ചതാണ്, ഇവന്റെ പേരിൽ വേറെയും 10ഓളം കേസുകളുണ്ട്. എങ്ങനെ ഇത് വരാനുള്ള കാരണം? ഇവിടുത്തെ ശിക്ഷ ലോകത്ത് തന്നെ മാതൃകാപരമായ ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷേ ശിക്ഷകൾ വേണ്ടതുപോലെ വേണ്ട സമയത്ത് കൊടുക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടോ എന്നത് ഗൗരവമേറിയ ആത്മവിചിന്തനത്തിന് മുന്നിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരികയാണ്. ശിക്ഷയുണ്ട്. ലോകത്ത് അത്ഭുതകരമായ ഭരണഘടനയുള്ള, ലോകത്ത് ഏറ്റവും നീണ്ട ലിഖിതമായ ഭരണഘടന ലോകത്തു തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെതാണ്. പിന്നെയാണ് നൈജീരിയ, പിന്നെയാണ് ബ്രസീൽ. ആദ്യത്തെ ലിഖിതമായ, ഏറ്റവും നീളമുള്ള ലിഖിതമായ ഭരണഘടന ഈ രാജ്യത്തിൻ്റെതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ഇപ്പോൾ ഇന്ത്യയാണ്, അല്ലേ? അപ്പൊ ഇവിടെ നിയമമില്ലാത്തതുകൊണ്ടല്ല, ഇവിടുന്ന് പോകുന്ന ആളുകള് വിദേശത്ത് പോയിട്ട് നല്ല നിയമം പാലിക്കും, റോഡിന്റെ നിയമം പാലിക്കും, വേസ്റ്റ് റോഡിൽ എറിയരുത് പാലിക്കും. എന്താ കാരണം? അത് ലംഘിച്ചാൽ നല്ല ഫൈനാണ് വരിക. 2000-3000 ദിർഹംസ്, 4000 ദിർഹം സാലറി വാങ്ങുന്നതിൽ നിന്ന് 500 ദിർഹം 2 തവണ കട്ടായി പോകുമ്പോ അവൻ നിയമം പാലിക്കാൻ നിർബന്ധിതനാകും, അല്ലേ? ഇവിടെയോ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങുന്നവരായി മാറുന്നു. ആ കുറുന്തോട്ടിക്ക് തന്നെ വാദം പിടിക്കുന്നു. വാദത്തിനുള്ള ചികിത്സ നൽകേണ്ട കുറുന്തോട്ടി എന്നത് കുറുന്തോട്ടിക്ക് തന്നെ വാദമുണ്ടാവുകയാണ്. നിയമം പാലിക്കേണ്ടവർ തന്നെ ലംഘിക്കുകയാണ്, കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ ലംഘിക്കുകയാണ്, ഇല്ലേ? ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലഹരിക്കെതിരെയുള്ള ക്ലാസ് നടക്കുക. ഞാൻ സാന്ദർഭികമായിട്ട് പറയാ, UDF-ഉം LDF-ഉം ഭരിക്കുന്ന നാടാ നമ്മുടെ കേരളം. UDF-ഉം LDF-ഉം മാറി മാറി ഭരിക്കുന്ന നാടാ നമ്മുടെ കേരളം. എന്നിട്ട് കോളേജിൽ, ഹൈസ്കൂളിൽ 5ാം ക്ലാസ് മുതൽ മേലെയുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക മാഷന്മാര്, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര്. ഈ ഭാഗത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, അല്ലേ? ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടി പറയുന്നു. ലഹരി അപകടമാണ്, മയക്കുമരുന്ന് അപകടമാണ്, കഞ്ചാവ് അപകടമാണ്, ലഹരി അപകടമാണ്. കുട്ടികളെ ബോധവൽക്കരിക്കുന്നു. പക്ഷേ ഗവൺമെന്റോ കള്ള് ഷാപ്പില്ലാത്ത സ്ഥലത്ത് പുതിയ പെർമിഷൻ കൊടുക്കുന്നു, ബീവറേജുകളില്ലാത്ത സ്ഥലത്ത് പുതിയ ബീവറേജുകൾ തുറക്കുന്നു, അല്ലേ? പിന്നെ എന്ത് പ്രാക്ടിക്കലായ നടപടികളാണ്, എന്ത് പ്രായോഗികമായ നടപടികളാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പലതവണകളായി നമ്മൾ ആലോചിച്ചു പോകാറുണ്ട്. അതേ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും ഒക്കെ ക്ലാസ് കൊടുക്കുന്നു, അവർ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എവിടെയൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഗൗരവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തവരാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് മനുഷ്യർ ഒന്നടങ്കം ചിന്തിക്കേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്. നിൽക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. എന്താ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? ഈ ജീവിതം എന്തിനു വേണ്ടി എന്ന് ആലോചിക്കണം. അപ്പൊ ഇവിടെ കൊള്ളയടിച്ചവർ സുഖമായി ജീവിക്കുന്നു. ഗോവിന്ദ ചാമി എന്ന് പറയുന്ന ചാമി അതെ അങ്ങ് പോകുന്നു ജയിലിലേക്ക്, പിന്നെ തടിച്ചു കൊടുത്ത് പുറത്തു വരുന്നു. ഇപ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടത് മെലിഞ്ഞൊട്ടിയാണ്. ശരി, ആദ്യം തടിച്ചു കൊടുത്ത് സുഖസുന്ദരമായി പുറത്തു വരുന്ന രംഗമാണ് നമ്മൾ കണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പലരും ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ടാണ്? ചിന്തിക്കണം, ആലോചിക്കണം. ഇവിടുത്തെ ശിക്ഷാവിധികളൊന്നും, ഇവിടുത്തെ ശിക്ഷാ നടപടികളൊന്നും പരിപൂർണമല്ല. അത് മനുഷ്യനിർമ്മിതമായ ശിക്ഷാ നടപടികളാണ്. പോരാ, ജഡ്ജിയായിരിക്കുന്നതും മനുഷ്യനാണ്. അയാൾക്ക് വക്കീൽ പറയുന്നതേ കേൾക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാദം കേട്ട് സത്യമാണ് എന്ന് മനസ്സിലാക്കി വിധിക്കാനേ പടിയൂ. ഒരു മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ കഴിയില്ല. എന്നാൽ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ വിരാട് പുരുഷന്റെ ഹിരണ്യഗർഭന്റെ കോടതിയിൽ ഒരു മനുഷ്യന്റെയും പ്രിയപ്പെട്ടവരെ വാദമുഖങ്ങൾ കേൾക്കേണ്ട ആവശ്യം അല്ലാഹുവിനില്ല. ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്നവനാണ് അല്ലാഹു. ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്നവനാണ്. നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ്. നിന്റെ കൽബ് ഇപ്പോൾ എന്താലോചിക്കുന്നു എന്നറിയുന്നവനാണ്. അവന്റെ കോടതിയാണ് നീതിപൂർവമായ കോടതി. അതുകൊണ്ട് ഈ പരിസരത്തുള്ള മനുഷ്യരോട് ഞാൻ പറയുന്നു,
ഇവിടെ കുറെ ആളുകൾ കൂലിപ്പണിയെടുക്കുന്നു, അവർ സുഖമായി ജീവിക്കുന്നു. അവിടെ പോക്കറ്റിൽ നിന്ന് ഇന്നത്തെ കൂലി ആരോ പോക്കറ്റ് അടിച്ചു പോകുന്നു. അവൻ ആ പണം കൊണ്ടുപോയി കള്ളൻ കൊണ്ടുപോയി സാധനം വാങ്ങുന്നു. ഇത് നീ കട്ടെടുത്തതാണ് എന്ന് കടക്കാരൻ അറിയില്ല. അവൻ വാങ്ങുന്ന പഞ്ചസാരക്ക് രുചി മാറുകയില്ല, അവൻ വാങ്ങുന്ന ഏതെങ്കിലും സാധന സാമഗ്രികൾക്ക് രുചി മാറുകയില്ല. അവനെ ഒരിക്കലും പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ കൂലിപ്പണിക്കാരനായ പാവപ്പെട്ടവന് ആര് കൊടുക്കും നീതി? ഈ ക്വസ്റ്റ്യൻ ഇവിടെ ബാക്കിയാവുകയാണ് അല്ലേ? നൂറുകണക്കിന് കുട്ടികളെ കൊന്നു തീർത്തവന് ഒരു പ്രാവശ്യം രാജ്യത്തിന്റെ സുപ്രീം കോർട്ട് വിധിച്ചാൽ, ഇവിടുത്തെ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ, തൂക്കുകയറ് കൊടുക്കാൻ വിധിച്ചാൽ, നൂറുകണക്കിന് കുട്ടികളെ കൊന്നു തീർത്തവന് ഒരു തവണ തൂക്കിക്കൊന്നാൽ നീതിയാകുമെന്ന് പറയാനാകുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നീതിപൂർവമായ ഒരു കോടതി ആവശ്യമാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ പറയാം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പലരും വിശ്വസിക്കുന്ന എന്താ അറിയോ? ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് കാലിന് വൈകല്യമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് കയ്യിന് വൈകല്യമുണ്ട്, കാഴ്ച ശക്തി ഇല്ലാത്ത ഒരാളുണ്ട്, കേൾവി ശക്തി ഇല്ലാത്ത ആളുണ്ട്, ശരീരം കുറുകിപ്പോയവരുണ്ട്, മൂക്കി ചപ്പിപ്പോയവരുണ്ട്, അങ്ങനെ പലതും ശരീരത്തിന് വൈകല്യം സംഭവിച്ചവരുണ്ട്. അത് അവന്റെ കുറ്റല്ല, അതൊരിക്കലുമല്ല, അവനെ പരീക്ഷിക്കുകയാണ്. പക്ഷേ പലരും വിശ്വസിക്കുന്ന എന്താ അറിയോ? ഇത് മുൻജന്മത്തിലെ പാപമാണ്. സൗകര്യമൊരുക്കി തന്ന ഈ അമ്പല കമ്മിറ്റിയും അതിന്റെ വേണ്ടപ്പെട്ട ആളുകളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മുൻ ജന്മത്തിൽ സംഭവിച്ച പാപം നിമിത്തമാണ് എന്ത് ഈ വൈകല്യം ഉണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ മുൻ ജന്മത്തിൽ സംഭവിച്ച പാപം? ഇവൻ ചെയ്ത പാപം എന്താ? ദൈവം എന്നാൽ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. ഖുർആൻ പറയുന്നത് അർ-റഹ്മാനാണ്, അർ-റഹീമാണ്, അൽ-വദൂദാണ്. ഏറെ സ്നേഹമുള്ള, ഏറെ കരുണ കാണിക്കുന്ന കരുണാനിധിയായ ലോകത്തിന്റെ രക്ഷിതാവ്. മലയോളം തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ മാപ്പ് കൊടുക്കുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്. കടലിൽ നുരയോളം തെറ്റുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, തെറ്റാണെന്ന് മനസ്സിലാക്കി മടങ്ങിയാൽ, പശ്ചാത്തപിച്ചു മടങ്ങാൻ തയ്യാറായാൽ, പാതിരാത്രിയിൽ മുഴുവൻ മനുഷ്യരും ഉറങ്ങിക്കിടക്കവേ കണ്ണു നനഞ്ഞ് കണ്ണുനീരുകൾ ഒറ്റി വീണ് കിടുകിടാവിറക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചുണ്ടുകൾ ഇങ്ങനെ അതേ തൊണ്ട ഗദ്ഗതമായി പ്രിയപ്പെട്ടവരെ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് മനസ്സും കണ്ണുമൊക്കെ ഉയർത്തി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് കരഞ്ഞു പറഞ്ഞാൽ മാപ്പ് കൊടുക്കുമെന്ന്, അതേ മാപ്പ് കൊടുക്കുമെന്ന് ഉറപ്പ് പറയുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ, അവനറിയാത്ത ഒരു ജന്മം, അവനറിയാത്ത, അവൻ പോലും അറിയാത്ത ഒരു പാപം, അതിന് രണ്ടാമതൊരു ജന്മം കൊടുത്ത് ശിക്ഷിക്കുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് മനുഷ്യർ എത്രയോ ആളുകളോട് മരിച്ചു, അവരൊക്കെ ഒരൊറ്റ ജന്മേ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ. നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾ ചിന്തിച്ചോളൂ. പിന്നെ നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് ജനിച്ചതാ, മുമ്പ് നമ്മൾ ആരോട് ജനിച്ചിട്ടില്ല. ജനിച്ചു 40ആയി 50ആയി അങ്ങനെ വയസ്സ് മുന്നോട്ട് പോവാണ്. ഇനി നമ്മൾ മരിക്കും, മരിച്ച് നമ്മളെ രണ്ടാമത് പുനർജീവിപ്പിക്കും. ഇല്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ഇല്ല, ഞാനതാ നേരത്തെ പറഞ്ഞത്. ലോകമഹായുദ്ധത്തിൽ ബോംബിട്ടവനെ കൊണ്ടുവരണം, കൊണ്ടുവരണം. ഒന്നും അറിയാത്ത ഒറ്റക്ക് താമസിക്കുന്ന അമ്മയുടെ ഉമ്മയുടെ ആ വീട്ടിൽ കയറി വൃദ്ധയായ അമ്മയെ ബലാത്സംഗം ചെയ്ത് കഴുത്തിൽ കിടക്കുന്ന അരപ്പവൻ മാല പൊട്ടിച്ചെടുത്ത് ആ അമ്മയെ ബലാത്സംഗം ചെയ്ത് ഇനി ഇത് പുറത്തറിയുമോ എന്ന് വിചാരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു കടന്നുപോയ ആ മനുഷ്യനെ നീതിനിഷ്ഠമായ അള്ളാഹുവിന്റെ കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ല, ഇല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പൊതുജനങ്ങൾ എന്ന നിലക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും സമയം നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ഇത് പഠിപ്പിക്കാനാണ്. നേരത്തെ ഇവിടെ തൗഹീദ് സുന്നത്തിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനും ചില ഭാഗങ്ങൾ പറയും. പക്ഷേ വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, നീതിക്കു വേണ്ടി ലോകത്തിന്റെ മുന്നിലേക്ക് അള്ളാഹു
അതേ മക്കയുടെ മണ്ണിൽ ജനിച്ച് ആ നാട്ടിൽ പിച്ചവെച്ച് വളർന്ന് ആ നാട്ടിൽ പ്രിയപ്പെട്ടവരെ ആ നാട്ടിലെ മനുഷ്യർക്കിടയിൽ ജീവിച്ച് 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി തെരഞ്ഞെടുത്ത് 63-ാമത്തെ വയസ്സിൽ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ കേവലം 23 വർഷക്കാലം കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുന്ന മാറ്റത്തിന്റെ ടേണിംഗ് പോയിന്റുകൾ ഓരോ ഹൃദയത്തിലേക്കും ഇട്ടുകൊടുത്തുകൊണ്ട് കടന്നുപോയ ഗുരുവര്യനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം എന്നാ പറഞ്ഞേ. ആ പ്രവാചകന്റെ ചര്യ എന്ന് പറയുമ്പോ ആ പ്രവാചകനെ കുറിച്ച് പഠിക്കണം. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാ ഖുർആൻ പറഞ്ഞത്. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ നാട്ടിലെ മനുഷ്യരൊക്കെ മനസ്സിലാക്കാനാ. നമ്മുടെ വാപ്പയൊരാൾ ചീത്ത പറഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ട്, പറയാൻ പാടില്ല. അത് എന്തിനാ നീ പറയുന്നത് ചോദിക്കും. പക്ഷേ എന്റെ വാപ്പയെ ചീത്ത പറഞ്ഞതുപോലെയല്ല, എന്റെ ഉമ്മയെ ചീത്ത പറഞ്ഞതുപോലെയല്ല, എന്റെ ചേട്ടനെയോ അനുജനെയോ എന്റെ ഭാര്യയെയോ മക്കളെയോ അല്ല. എനിക്ക് എന്റെ ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ചേട്ടനേക്കാൾ അനിയനേക്കാൾ മക്കളേക്കാൾ സ്വത്തിനേക്കാൾ ആസ്തിയേക്കാൾ പാർപ്പിടത്തേക്കാൾ സർവ്വതിനേക്കാൾ എന്റെ ബിസിനസിനേക്കാൾ ക്രയവിക്രയത്തേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു കഴിഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. 100,000-ൽ പരം പ്രവാചകന്മാർ ലോകത്തിലേക്ക് വന്നപ്പോ അവസാനത്തെ പ്രവാചക ഗുരുവര്യനായി റഹ്മത്തുൽ ലിൽ ആലമീനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അനസ് റളിയല്ലാഹു പറയാണ്, ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു ഖാല അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞതായി അനസ് റളിയല്ലാഹു പറയാ, ലാ യുക്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. വാപ്പയേക്കാൾ മക്കളേക്കാൾ ലോകത്തുള്ള എല്ലാവരെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ നബിയാകുന്നത് വരെ എനിക്ക് വിശ്വാസിയാകാൻ കഴിയില്ല, നിങ്ങൾക്ക് വിശ്വാസിയാകാൻ കഴിയില്ല. അതുകൊണ്ട് ആ പ്രവാചകനെ നിങ്ങൾ പഠിക്കണം. ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കണില്ല. ആ പ്രവാചകനെ കുറിച്ച് ഈ നാട്ടിലെ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒന്ന് വായിക്കണം. നല്ലൊരു അയൽവാസി, നല്ല പിതാമഹൻ, നല്ല വാപ്പ, ആ നല്ല ഭരണാധികാരി. മൈക്കൽ എച്ച് ഹാർട്ട് മുസ്ലിമല്ല, അദ്ദേഹം നബിമാരെ കുറിച്ച് എന്നല്ല, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും അനുയായികളെ സൃഷ്ടിക്കാൻ പറ്റിയ മാതൃകാപരമായ ജീവിതം നയിച്ച 100 പേരെ തെരഞ്ഞെടുത്തപ്പോ ദ 100 എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ പേജ് കൊടുത്തത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ഈ പുസ്തകം എഴുതിയത്? ക്രിസ്ത്യാനിയായ മൈക്കൽ എച്ച് ഹാർട്ട്. അദ്ദേഹത്തിന് 1-ാം സ്ഥാനത്ത് പ്രവാചകനെ വെക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും നല്ല ആ സ്വഭാവമുള്ള, മര്യാദയുള്ള, നാട്ടുകാർക്ക് ഉപകാരമായ, നാട്ടുകാരുടെ കണ്ണീരൊപ്പിയ, ആ നാട്ടിലെ ഭാരമേറ്റെടുത്ത, അവിടുത്തെ വിധവകളുടെ പ്രശ്നത്തിൽ ഇടപെട്ട, അവിടുത്തെ അനാഥ മക്കളെ ചേർത്ത് പിടിച്ച, അവിടുത്തെ പാവപ്പെട്ടവരെ നിരാലംബരെ ചേർത്ത് പിടിച്ച അള്ളാഹുവിന്റെ പ്രവാചകനെ ആ നാട്ടിലെ മനുഷ്യന്മാർ വിളിച്ചത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. ആയത്ത് മുഴുവൻ ഓതി വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് സാഹിർ എന്ന വിളി കേൾക്കാതെ, മജ്നൂൻ എന്ന വിളി കേൾക്കാതെ, ഇതാ വരുന്നു ഭ്രാന്തൻ എന്ന വിളി കേൾക്കാതെ, ഇതാ വരുന്നു മരണക്കാരൻ എന്ന വിളി കേൾക്കാതെ ഒരു പ്രവാചകന്മാരും കടന്നുപോയിട്ടില്ല എന്ന് ഖുർആനാണ് പറയുന്നത്. ഇവിടെ ഞാൻ 2 മണിക്കൂർ സംസാരിക്കുമ്പോ, 1.5 മണിക്കൂർ സംസാരിക്കുമ്പോ സംസാരത്തെ മുഴുവനും കേട്ട ചില ആളുകൾ വിലയിരുത്തും, നല്ല സംസാരമായിരുന്നു. ചില ആളുകൾ പറയും, ഇവർക്കൊന്നും സുഖമില്ലേ, ഇവർക്ക് എന്താ ഈ ഏർപ്പാടിന് നിൽക്കുന്നത് എന്തിനാ, ഇവർക്കൊന്നും പിന്നെ വേറെ പണിയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ചീത്തവിളികളും കൂക്കിവിളികളും ആക്ഷേപങ്ങളും കേൾക്കാതെ പ്രവാചകന്മാർ കടന്നുപോയിട്ടില്ല. പിന്നെയാണോ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം, ചിന്തിക്കണം. അതുകൊണ്ട് ആ പ്രവാചകനെ പഠിക്കണം. ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ഞാൻ പറയാ, ഓരിമുക്ക് പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിൽ നിങ്ങൾ വെള്ളിയാഴ്ച ചെല്ലണം. എന്നിട്ട് ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് അവിടെ നടക്കുന്ന ഖുത്ബ കേൾക്കണം. ഇവിടെ നേരത്തെ സംസാരിച്ച മുനീർ ഷറഫി അവിടുത്തെ ഖതീബായി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഖുത്ബ, അദ്ദേഹമില്ലാത്ത സമയത്ത് വേറൊരാളുടെ ഖുത്ബ, ഇനി വേറെ ഭാവിയിൽ മറ്റാരെങ്കിലും ഒരു ഖുത്ബ, 1/2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഖുത്ബ, മാക്സിമം ഒരു 30-35 മിനിറ്റ് സമയം ആ ഖുത്ബ നിങ്ങൾ കേൾക്കണം. അത് നമുക്ക് മനസ്സിലാവാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ അർത്ഥത്തിലാണ് ഖുത്ബ നടത്തിയത് എന്ന് പറയുമ്പോ
ചിലപ്പോ സ്വാഭാവികമായി മുസ്ലിങ്ങൾ ചിന്തിക്കും, അള്ളാഹുവിന്റെ പ്രവാചകൻ മലയാളത്തിൽ ഖുത്ബ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെന്തേ? അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തിനാണോ ഖുത്ബ പറഞ്ഞത് ആ ലക്ഷ്യമാണ് സലഫികൾ ലോകത്ത് നടപ്പിലാക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹംദും സ്വലാത്തും മുഅ്മിനുകൾക്ക് വേണ്ടിയുള്ള മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമൊക്കെ അറബിയിൽ തന്നെ നിർവഹിച്ചു. എന്നാൽ ബാക്കിയോ ഒക്കെ അറബിയില, കേൾക്കുന്നതോ അറബികള. നീ മിമ്പർ വന്ന് ഇറങ്ങിയിട്ട് സംസാരിച്ചതോ അറബിയില, ഒരു തർക്കമില്ല. ഭാര്യമാരോട് സംസാരിച്ചതോ അറബിയില, കച്ചവടം നടത്തിയതോ അറബിയില, യാത്ര പോയപ്പോ സംസാരിച്ചതും അറബിയില. അല്ലെ? ഈ ഓരിമുക്കിലെ മനുഷ്യരെ, ഈ കൈതക്കാടുള്ള മനുഷ്യരെ, നമുക്കെല്ലാവർക്കും അറബി അറിയുമെങ്കിൽ അറബിയിലാണ് ഖുത്ബ പറയേണ്ടത്, തർക്കമൊന്നുമില്ല. പക്ഷേ പ്രവാചകന്റെ ഖുത്ബ എങ്ങനെയായിരുന്നു എന്ന് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി ഞാൻ പറയുന്ന ഓരോ ഹദീസും, ഇനി ഞാൻ പറയുന്ന ഓരോ ഇബാറത്തും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇഷ്ടമുണ്ടോ നമുക്ക് സ്വീകരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, തള്ളിക്കളയാം. കൈതക്കാർ എത്രയോ സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈ ഓരിമുക്കിൽ എത്രയോ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു എളിയ പ്രബോധകൻ എന്ന നിലക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ എനിക്ക് പറയാനുള്ളത് എന്റെ ഇഷ്ടപ്രകാരമുള്ള വാക്കുകളല്ല, മുത്തുനബിയുടെ വാക്കുകളാണ്, പണ്ഡിതന്മാരുടെ ഇബാറത്തുകളാണ്, അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ്. അതിൽ നിന്ന് ഞാൻ ചിലത് കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞു വെച്ച വിഷയം എന്താണ്? ഖുത്ബ എന്തിനാ ഞാൻ ഈ ആദ്യം പറയുന്നത്? ഖുത്ബ നിങ്ങൾ കേൾക്കണം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അത് നമ്മുടെ ഭാഷയിൽ സംസാരിച്ചത് കൊണ്ടാ. അതുപോലെ ഖുത്ബയും പ്രിയപ്പെട്ടവരെ, അപ്പൊ ഖുത്ബ നിസ്കാരം ളുഹുറും സാധാരണ 4 പിന്നെ ഖുത്ബ ഉള്ളത് കൊണ്ടാണ് 2 ആക്കിയത്. അപ്പൊ 2 ഖുത്ബ 2 റക്അത്തിന് പകരമാണ്. ഇങ്ങനെയൊക്കെയാണ് സാധാരണക്കാര് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. നിസ്കാരം കിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ മുസ്ലിം ഉമ്മത്തെ, എന്നാൽ ഈ ഖുത്ബയോ കിബിലക്ക് നേരെ പിന്നിട്ടിട്ടല്ലേ. നിസ്കാരത്തിൽ നമുക്ക് വർത്തമാനം പറയാൻ പറ്റുമോ? അതിലുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ളുഹുറിന് മിണ്ടാതെ മൗനമായിട്ടാണ് നമ്മളെല്ലാം മനസ്സിലാണ് ഓതുന്നത്. എന്നാ മിമ്പറിൽ കയറിയിട്ട് ഒരു ഖത്തീബിന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആ ഇമാമ് മിമ്പറിൽ കയറി ഒന്നും മിണ്ടുന്നില്ല, ളുഹുറിന്റെ 2 റക്അത്ത് പോലെ ഞാൻ മിണ്ടാതെ ഖുത്ബ നടത്തുക എന്ന് പറഞ്ഞാൽ ആ ഖത്തീബിനെ മാറ്റി നമ്മൾ വേറെ ഖത്തീബിനെ വെക്കൂലേ? മിണ്ടാത്ത ഖത്തീബിനെ പറ്റുമോ? ഇല്ല. അപ്പൊ ഖുത്ബയും നിസ്കാരവും ഒരുപോലെയല്ല. അത് കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാ, ഇത് നേരെ മനുഷ്യരിലേക്ക് തിരിഞ്ഞിട്ടാണ് നടത്തുന്നത്. ഇനി പ്രവാചകന്റെ ഖുത്ബ എങ്ങനെയായിരുന്നു? കാനത്ത് ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബതാനി, അല്ലാഹുവിന്റെ പ്രവാചകന് 2 ഖുത്ബകളാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. യജ്ലിസു ബൈനഹുമാ, ആ 2 ഖുത്ബകൾക്കിടയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരിക്കും. യഖ്റഉൽ ഖുർആൻ, ഖുത്ബയിൽ പ്രവാചകൻ ഖുർആനിന്റെ വചനങ്ങൾ ഓതും. വയുദക്കിറുൻ നാസ്, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എങ്ങനെ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുത്ബയിൽ ഖുർആൻ ഓതും. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുത്ബയിൽ, ജുമഅയുടെ ഖുത്ബയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആ പള്ളിയിൽ വരണം, എന്നിട്ട് ആ ഉത്ബോധനം കേൾക്കണം, ആ ഖുത്ബ കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾക്ക് ആ ഖുത്ബയിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ആയത്തുകളാണ് ഓതുക, സഹാബത്തിന്റെ ചരിത്രമാണ് പറയുക, പ്രവാചക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലുകളാണ് പറയുക, അവിടുത്തെ സമ്മതങ്ങളാണ് പറയുക, അവിടുത്തെ പ്രവൃത്തികളാണ് പറയുക. ആ അർത്ഥത്തിൽ നിങ്ങൾ ഈ വിഷയത്തെ മനസ്സിലാക്കണം. 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ജുമുഅ ഖുത്ബയെ കുറിച്ച് പറഞ്ഞു, മഖ്സൂദുൽ ഖുത്ബ, ഖുത്ബയുടെ ലക്ഷ്യം അൽ വഅലു, ഉപദേശമാണ്. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ ക്ഷണിക്കുന്നത്, ഓരിമുക്കിലോ പരിസരത്തോ ഉള്ള പള്ളിയിൽ വന്ന് നിങ്ങൾ ഖുത്ബ കേൾക്കണം. ഒരു വെള്ളിയാഴ്ച ഒന്ന് കേട്ടു നോക്കുക, എന്താണ് ഇവർക്ക് പറയാനുള്ളത്. അങ്ങനെ മാറിയവരാണ് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്, അങ്ങനെ മാറിയവരാണ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീന് പഠിക്കേണ്ടതുപോലെ പഠിച്ച് സത്യസന്ധമായി നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ദീനിന്റെ വക്താക്കളായി മാറുകയാണ് എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നാളെ നമുക്ക് കിട്ടും. എങ്കിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുമ്പോ സന്തോഷത്തോടുകൂടി കൈനീട്ടി വാങ്ങാൻ നമുക്ക് പറ്റും. ആ ഖുത്ബ കേൾക്കാൻ സഹോദരിമാരെ നിങ്ങൾക്കും പോകാം, നിർബന്ധമില്ല, നിങ്ങൾക്ക് പോകാം. മുസ്ലിം ഉമ്മത്ത് തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ ഓർമ്മ നഷ്ടപ്പെടുത്തി വേഗത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത്
പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. സ്ത്രീകളെ നിങ്ങൾക്ക് പോവാം, നിർബന്ധമില്ല. ഒരു സ്ത്രീ ഭർത്താവിനോട് എനിക്കും പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പള്ളിയെ തൊട്ട് അവരെ തടയാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ വിധി. ഇതാ ഹദീസിലുള്ളത്. ഇനി നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഹദീസ്, നമ്മുടെ ഉമ്മയായ മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് കേട്ടോളൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. എത്ര മനോഹരമായിട്ടാണ് ഈ ഹദീസിൽ കാര്യങ്ങൾ പറയുന്നത് കേട്ടോളൂ. ഞാൻ വേഗം ചില വിഷയങ്ങൾ പറഞ്ഞു പോവുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുഅ്മിനാത്തുകളായ സ്ത്രീകൾ മുത്തുനബിയുടെ കൂടെ, മുത്തുനബിയുടെ പള്ളിയിൽ, മുത്തുനബിയുടെ പിറകിൽ, മുത്തുനബിയുടെ കൂടെ സുബ്ഹിക്ക് ജമാഅത്തിൽ പങ്കെടുക്കുമായിരുന്നു. എങ്ങനെയാണ് അവർ പള്ളിയിലേക്ക് വരിക? മൂടി പുതച്ച് അവർ പള്ളിയിലേക്ക് വരും. പോരാ, നിസ്കാരം കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല. ഞാൻ ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ചോദിക്കുക, ഇങ്ങനെ ഹദീസ് ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് കേട്ട് പഠിച്ച സ്വഹാബത്തിലൂടെ, അതും നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലേ? എന്നിട്ട് എന്തിനാ അതിന് തർക്കിക്കുന്നത്? മുജാഹിദുകൾ നിർബന്ധിച്ചൊരു പെണ്ണ് പള്ളിയിൽ വരണമെന്ന് പറയുന്നില്ല. അത് വലിയൊരു വിഷയമാക്കി അവതരിപ്പിക്കാനുമില്ല. ഇതാണ് അപ്പൊ വലിയൊരു വിഷയമായിട്ട് ആദ്യം തന്നെ പറയേണ്ടതല്ല. എന്തിനാ പറയുന്നത്? ജുമുഅ ഖുത്ബ പറഞ്ഞപ്പോൾ ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. സ്ത്രീകൾക്കും പോവാം, നിർബന്ധമില്ല. അവർക്ക് പോകാം. അവർക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്ന അവസ്ഥയില്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. അവർക്ക് പോവാം, അനുവാദമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു പണ്ഡിതൻ, ബഹുമാന്യനായ ഒരു പണ്ഡിതൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഹദീസ് ഉണ്ട്, അതാർക്കും തർക്കമില്ല. ആ ഹദീസൊക്കെ നമ്മളും കണ്ടതാണ്. പക്ഷേ ആ ഹദീസിന്റെ വിവക്ഷ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വിശദീകരിച്ചത് എന്തെന്നറിയുമോ? അത് നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഉള്ളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉണ്ടാക്കിയ റൂമിനെ കുറിച്ചാണ് ചർച്ച. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസിന്റെ അർത്ഥങ്ങളൊന്ന് വെക്കിട്ടോ, നാട്ടുകാര് മനസ്സുണ്ടെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് മനസ്സിലാകും. ഇവർ നബിയുടെ കൂടെ സുബഹി നമസ്കാരത്തിന് വരും. എന്നിട്ടോ അവരവിടെ വീടുകളിലേക്ക് മടങ്ങിപ്പോവും. എപ്പോ? നമസ്കാരം കഴിഞ്ഞ ഉടനെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. അപ്പോഴോ ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല. നമ്മൾ താമസിക്കുന്ന വീട്, അന്നത്തെ വീടൊക്കെ ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീടാ, ചെറിയ ചെറിയ വീടാ. ആ വീട്ടിനുള്ളില് ആയിക്കോട്ടെ, ഒരു സഹാബി വനിത ഒരു റൂമിൽ നിസ്കരിക്കുകയാണ്. ആ റൂമിൽ നിന്ന് സഹാബി വനിത നിസ്കരിച്ചിട്ട് കിച്ചണിലേക്ക് ഇറങ്ങി. അപ്പോ മക്കള് ചോദിച്ചു വാപ്പാനോട്, ഉമ്മ എവിടെ? ഉമ്മ നിസ്കാരം കഴിഞ്ഞ് വീട്ടിക്ക് മടങ്ങിപ്പോയി എന്ന് പറയോ? ഉമ്മ നിസ്കരിക്കാൻ വന്നീനി, നിസ്കാരം കഴിഞ്ഞ ഉടനെ വീട്ടിക്ക് മടങ്ങിപ്പോയി എന്ന്. പിന്നെ ഇരുട്ടുകൊണ്ട് ആരാണ് പോണതെന്ന് തിരിച്ചറിയുമായിരുന്നില്ല. അതെങ്ങനെ ശരിയാകുക? വീട്ടിന്റെ ഉള്ളിലത്തെ റൂമില് ഞാനും എന്റെ ഭാര്യയും മക്കളും താമസിക്കുന്ന വീട്ടിൽ ഇരുട്ടുകൊണ്ട് ആരാണ് പോകുന്നത്? നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്ന, പിരിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങി പോകുന്ന സ്ത്രീകളെ ഇരുട്ടുകൊണ്ട് മനസ്സിലാകുമായിരുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ സംശയങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 150-ലധികം ഹദീസുകളിൽ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാമെന്നത് പറയുന്നു. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇനി സാധാരണ സലഫികളെ കുറിച്ച് പറയുന്നത് എന്താണ്? പ്രാർത്ഥനയില്ലാത്ത ആളുകളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന ഇല്ലാത്ത ആളുകളാണ്, കൂട്ടുപ്രാർത്ഥന ഇല്ലാത്ത ആളുകളാണ്. ഞാനിപ്പോ ഇവിടെ ഈ പ്രസംഗത്തിനിടയിൽ എത്രയോ തവണ പ്രാർത്ഥിച്ചു, അല്ലേ? പലരും ആമീൻ പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞു എത്രയോ തവണ. അപ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു പ്രാർത്ഥനയാണ്. ബാങ്ക് കൊടുത്തപ്പോ നമ്മളൊക്കെ
നമ്മളൊക്കെ ഈ പ്രസംഗം നിർത്തിയിട്ട് അവിടെ സ്വലാത്ത് നബിയുടെ മേലിൽ ചെല്ലി എന്നിട്ട് ബാങ്കിന് ശേഷമുള്ള പ്രത്യേക പ്രാർത്ഥന നിർവഹിച്ചു. അതൊക്കെ പ്രാർത്ഥനയാണ്. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സലഫിയായ സഹോദരൻ സമയമുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രെയിനിന് പോകാനുണ്ടാവും, ചിലപ്പോൾ ഫ്ലൈറ്റിന് പോകാനുണ്ടാകും, ബസ്സിന് പോകാനുണ്ടാകും. അവന് വേഗത്തിൽ പോകാം, ജമാഅത്ത് അവന് നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് അവന് വേഗം പോകാം. ശരി, പോകുന്ന വഴിക്ക് വെച്ച് പ്രാർത്ഥിക്കാം, ദിക്ർ ചെല്ലാം. അവിടെ സമയമുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഒറ്റക്കൊറ്റക്കിരുന്ന് എന്റെ ഉമ്മയുടെ പ്രശ്നം, എന്റെ വാപ്പയുടെ പ്രശ്നം, എന്റെ ജേട്ടന്റെ പ്രശ്നം, അനിയന്റെ പ്രശ്നം, കുട്ടിയുടെ പ്രശ്നം, എന്റെ പ്രശ്നമൊക്കെ അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കണം. പക്ഷേ നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമ് തിരിഞ്ഞിരുന്ന് ഒരു കൂട്ടമായ ഇമാമ് ഉറക്കെ പ്രാർത്ഥിക്കുന്നു, ബാക്കിയുള്ളവർ ആമീൻ പറയുന്നു എന്ന സിസ്റ്റം അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നതിനൊക്കെ ഞാൻ പ്രൂഫ് പറയുന്നു. രണ്ട് കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞു. മൂന്നാമത്തത് കേട്ടോളൂ. ഹദീസിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീബി പറയാൻ, ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീബി പറയുന്നു, ഇദാ സല്ലമ, അള്ളാഹുവിന്റെ പ്രവാചകൻ സലാം വീട്ടിയാൽ ലം യഖുഉദ്, പ്രവാചകൻ ഇരിക്കാറില്ല, ഇല്ലാ മിഖ്ദാറ മാ യഖൂലു, ഇത് പറയുന്നത് വരെയല്ലാതെ പ്രവാചകൻ ഇരിക്കാറില്ല. ഏത് പറയുന്നത് വരെ? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം, ഇത് പറയുന്നത് വരെയല്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാറില്ല. ഈ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥം തന്നെ പരിശോധിച്ചാൽ കാണാം, ചില സമയങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അല്പസമയം കൂടി അവിടെ ഇരിക്കും. ആ ഇരുത്തത്തിന്റെ ലക്ഷ്യവും പറഞ്ഞു തന്നു. സ്ത്രീകൾ അങ്ങ് പിരിഞ്ഞു പോയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മൂന്നാമത്തെ തെറ്റിദ്ധാരണയെ തിരുത്തുകയാണ്. പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും. നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചോക്ക്. തൗഹീദ് പറയാൻ അത് മാത്രം മതി. അല്ലാഹുവേ, നീ തന്ന ഒന്നിനെ തടയാനോ, അല്ലാഹുവേ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, ഈ കൈതക്കാടിലെ മുസ്ലിങ്ങളെ, വ്യത്യസ്തമായ വിഭാഗത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ, ഒരു കാര്യം ഗൗരവത്തോടു കൂടി ഓർക്കുക. എന്താ പറയുന്നത്? അല്ലാഹുവേ, നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ, നീ തരുന്ന ഒന്നിനെ തടയാനോ ആരുമില്ല റബ്ബേ. പിന്നെന്തിനാ കൂട്ടരെ റബ്ബല്ലാത്ത ഒരാളോട് ഈ കാര്യം പറയാൻ പോകുന്നത്? പടച്ചോനെ, എനിക്കൊരു കുട്ടിനെ കൊണ്ടാൻ, അല്ല തരാത്ത ഒന്നിനെ വാങ്ങിത്തരാൻ ആരുമില്ല. റബ്ബ് തന്ന ഒന്നിനെ, തരുന്ന ഒന്നിനെ തടയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. എന്നെ വധിക്കാൻ, എന്നെ ആക്രമിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ തീരുമാനിച്ചാലും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് തീരുമാനിക്കാതെ ഒരു പോറൽ എന്റെ ശരീരത്തിൽ ഏൽപ്പിക്കാൻ കഴിയില്ല. പടച്ചവൻ പരീക്ഷണമായി അത് എന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചാലല്ലാതെ. പിന്നെ എന്തിന് നമ്മൾ ഭയപ്പെടുന്നു? എന്തിനാണ് അല്ലാഹു അല്ലാത്തവരെ തേടിപ്പോകുന്നത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ റബ്ബല്ലാത്തവരെ തേടിപ്പോകുന്നത്? നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന വാക്കാണത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. നിങ്ങൾ സത്യം ചെയ്യുമ്പോ, നിങ്ങൾ ശപഥം ചെയ്യുമ്പോ അല്ലാഹുവിനെ തൊട്ടല്ലാതെ ഒരാളെയും സത്യം ചെയ്യാൻ പാടില്ല. ഇവിടെ വരുമ്പോ വലിയ പള്ളിയില്ലേ, അപ്പുറത്ത് സലഫി പള്ളിയില്ലേ, ഒരു പള്ളിയാണ് സത്യമെന്ന് പോലും മുസ്ലിങ്ങളെ നമ്മൾ പറയാൻ പാടില്ല. ഇല്ല, എന്റെ ഉമ്മയാണ് സത്യമെന്നല്ല ഒരു മുസ്ലിം പറയേണ്ടത്, എന്റെ വാപ്പയാണ് സത്യമെന്നല്ല ഒരു മുസ്ലിം പറയേണ്ടത്. മറിച്ചവൻ പറയേണ്ടത് വല്ലാഹി അല്ലാഹുവാണ് സത്യം. ഗൗരവമുള്ള കാര്യത്തിനാണ് സത്യം ചെയ്യേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സത്യം ഇല്ല. വളരെ ഗൗരവമുള്ള കാര്യത്തിനാണ് സത്യം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, മൻ ഹലഫ ബിഗൈരില്ലാഹ്, അള്ളാഹുവിനെ തൊട്ടല്ലാതെ ഒരാൾ സത്യം ചെയ്താൽ ഫഖദ് അശ്റക്, അവൻ ശിർക്ക് ചെയ്തവനാണ്. അപ്പൊ ശിർക്കാണത്, ഗൗരവമുള്ള കാര്യമാണ്. എന്റെ വാപ്പയാണ് സത്യം, എന്റെ ഉമ്മയാണ് സത്യം എന്നല്ല, ഇന്ന മരിച്ചുപോയ ഷെയ്ഖാണ് സത്യമെന്നല്ല, ഈ ഖബറിൽ കിടക്കുന്ന ആളാണ് സത്യമെന്നല്ല, ഈ മക്ബറയിൽ കിടക്കുന്ന ആളാണ് സത്യമെന്നല്ല. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ, ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, മയക്കമില്ലാത്ത, തളർച്ചയില്ലാത്ത, പാസ്റ്റ് ഇല്ലാത്ത, പ്രസന്റ് ഇല്ലാത്ത, ഫ്യൂച്ചർ ഇല്ലാത്ത, ഹയ്യുൽ ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്
അവനാണ് സത്യം, അവനാണ് സത്യമെന്നാണ് മുസ്ലിമേ ഞാനും നിങ്ങളും പറയേണ്ടത്. പോരാ, അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഇതാ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത എന്ന് പറഞ്ഞില്ലേ, ചേർത്ത് വെച്ചോളൂ. കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഒരു ഖബറിന്റെ മുമ്പിൽ ചെന്നു നിന്നാൽ, പ്രിയപ്പെട്ടവരെ ഒരു മക്ബറയുടെ മുന്നിൽ ചെന്നു നിന്നാൽ, ഒരു ജ്യോത്സ്യന്റെ മുമ്പിൽ ചെന്നു നിന്നാൽ, ഒരു സിദ്ധന്റെ മുമ്പിൽ ചെന്നു നിന്നാൽ, ഒരു ബീവിയുടെ മുന്നിൽ ചെന്നു നിന്നാൽ, ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ കാഞ്ഞങ്ങാടിന്റെ പുറമുള്ള പൂച്ചക്കാടല്ലേ ഒരു ജിന്നുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പ്രശ്നമുണ്ടായത്, കേസുമായി കോടതിയിലുള്ള വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. 500 ചില്ലാൻ പവൻ ഇരട്ടിപ്പിച്ച് കിട്ടുമെന്ന് പറഞ്ഞ് ആ സ്വന്തം സ്വർണവും കുടുംബത്തിലെ സ്വർണവും വാങ്ങി 30-നും 40-നും ഇടയിൽ പ്രായമുള്ള ജിന്നുമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ തിരിച്ചു കിട്ടാതെ വരുമ്പോ എവിടെ സ്വർണമെന്ന് ചോദിച്ചപ്പോ ഒരു പൂജാകർമ്മം കൂടി ബാക്കിയുണ്ട്, അത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാകണം, ആ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ പോലും ഉണ്ടാകരുത്, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കൊന്നു തീർത്ത ജിന്നുമ്മയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? എന്തിന്റെ പേരിലാണ് ഈ സിദ്ധന്മാരുടെയും അതേ ഈ മരണക്കാരുടെയും ഈ ബീവിമാരുടെയും ഈ തട്ടിപ്പിനിരയാകുന്ന എത്ര മനുഷ്യരുണ്ട്? ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അവർക്കതിലൂടെ പോകാം. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന മതം, ഇസ്ലാം എന്ന് പറയുന്ന മതം ഇല്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരു ശൈലി അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചിട്ടില്ല. പോരാ, പ്രവാചകൻ എന്തു പറഞ്ഞു എന്നറിയുമോ? തെളിവാണ് ഞാൻ പറയുന്നത്. മന്നതാ ഖാഹിനൻ ഔ സാഹിറ, ഒരു ജ്യോത്സ്യക്കാരനെയോ ഒരു കൈനോട്ടക്കാരനെയോ ഒരു മാരണക്കാരനെയോ ഒരാൾ സമീപിക്കുകയാണ്, അയാളോട് ഫസഅലഹു അൻ ഷൈഇൻ, ഒരു കാര്യത്തെ പറ്റി ചോദിക്കുകയാണ്, എന്നിട്ട് അയാൾ പറയുന്നത് സത്യപ്പെടുത്തിയാൽ ഫസദ്ദഖഹു ബിമാ യഖൂൽ, അയാൾ പറയുന്നത് സത്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ മാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചു. മുസ്ലിങ്ങളെ, കൈതക്കാരിലെ മുസ്ലിങ്ങളെ, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സലഫി പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞിട്ടില്ല. ഇതാ പറയുന്നു, ഇസ്ലാം അനുവദിച്ച മന്ത്രമുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലക്. ഇതൊക്കെ ഓതി നിങ്ങൾ ശരീരം തടവിക്കോ, ആ രോഗിയുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിക്ക്. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായ പ്രാർത്ഥനകൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസാന സമയമാകുമ്പോൾ ആയിഷ ബീവി മുത്തുനബിയുടെ കൈ പിടിച്ച് സൂറത്തുകൾ ഓതി ആ കയ്യിൽ പ്രിയപ്പെട്ടവരെ ഊതി തടവിക്കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹദീസുകളിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും വന്നതാണ്. എന്നാൽ ഈ ജിന്നുമ്മ പോലെയുള്ള തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കരിഞ്ചന്തയുടെയും കേന്ദ്രത്തിലേക്ക് ചെന്ന് വാപ്പയെ നഷ്ടപ്പെടുത്തുന്ന, ഉമ്മയെ നഷ്ടപ്പെടുത്തുന്ന, ജേഷ്ഠാനിയന്മാരെ നഷ്ടപ്പെടുത്തുന്ന, പണം ലാക്കാക്കി മാത്രം പ്രവർത്തിക്കുന്ന, തന്റെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന, ഈ അർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ പേരിൽ ചൂഷണം നടത്തുന്ന സർവ്വ ചൂഷണങ്ങൾക്കുമെതിരാണ് സുതാര്യതയുടെ മതമായ ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ ഹദീസ് കേൾപ്പിച്ചിട്ടുള്ളത്. ഏഴാമത്തെ കാര്യം ശ്രദ്ധിച്ചോളൂ. ഇനി മുസ്ലിങ്ങൾക്കിടയിൽ തെറ്റായ ധാരണയുള്ളത് എന്താണ്? സലഫി പ്രസ്ഥാനത്തിന് നേർച്ചയില്ല, ഒരു അറിവ് നടത്തി കൊടുക്കലില്ല, ഒരു പാവപ്പെട്ടവരുടെ പേരിൽ ഒരു ആടിനറുത്ത് കൊടുക്കാൻ പാടില്ല. ഇങ്ങനൊന്നും സലഫികളാരും പറഞ്ഞിട്ടില്ല. നിങ്ങളെ മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ, നിങ്ങളെ മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ പോലും നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാം. അതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷെ 3 എന്ന ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കണ്ണൂക്ക് എന്ന ഏർപ്പാട് പഠിപ്പിച്ചിട്ടില്ല. 7-ന്റെ എന്നൊരു പുതിയ ആചാരം പഠിപ്പിച്ചിട്ടില്ല. 11-ന്റെ എന്നോ 14-ന്റെ എന്നോ 21-നോ 40-നോ ആണ്ടിനോ ഒരു പ്രത്യേക ആചാരം പഠിപ്പിച്ചിട്ടില്ല. കണ്ണൂക്ക് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങള്. വാപ്പ മരിച്ചിട്ട് 3-ാമത്തെ ദിവസം വാപ്പാന്റെ കണ്ണ് പോകുന്ന ദിവസം എന്നാ. കണ്ണ് പോക്കാണ്, അത് പിന്നെ കണ്ണൂക്കായി ചുരുങ്ങിയതാ. കണ്ണുപോക്ക് മനസ്സിലായില്ലേ? പുടുക്കല് കയറി കണ്ണു ചാടി പോവുക, അത് കണ്ണൂക്കായി. ഈ കൈതക്കാരിലെ മുസ്ലിങ്ങളെ സ്നേഹത്തോടെ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, സഹാബത്ത് എത്രയോ ആളുകൾ മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചുപോയി. ആരെ? സഹാബത്ത് പലരും നബി ജീവിച്ചിരിക്കുമ്പോ. പക്ഷേ ഒരു സഹാബിയുടെ ബുഖാരിയില്ലേ, മുസ്ലിമില്ലേ, തിർമിദിയില്ലേ, നസായില്ലേ, ഇബ്നു മാജല്ലേ, എത്രയെത്ര ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹിം. എത്ര മഹാരഥന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുണ്ട്. ഖുർആനിലെ
6236 വചനങ്ങളില്ലേ? മുസ്ലിം ഉമ്മത്തെ, ഇവിടെ എവിടെ പരതിയാലും അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്ത് മരിച്ചു പോയപ്പോ, സഹാബ വനിതകൾ മരിച്ചു പോയപ്പോ, അവിടുത്തെ ഉമ്മമാര് മരിച്ചു പോയപ്പോ, സ്വന്തം മക്കൾ മരിച്ചു പോയപ്പോ, ഒരൊറ്റ ഒന്ന് മതി, രണ്ടെണ്ണം വേണ്ട, ഒരൊറ്റ ഒന്ന് മതി. ഏതെങ്കിലും ഒരു സഹാബിയുടെ വീട്ടിൽ മൂന്നിന്റെ അന്നൊരു പ്രത്യേക ആചാരം, കണ്ണൂക്കെന്ന് പേരിടണ്ട, ഒരു പ്രത്യേക ആചാരം മൂന്നിന്റെ അന്ന് നടത്താനോ നടത്തിയതോ ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളില്ല. 40 നടത്തിയതില്ല, ആണ്ട് നടത്തിയതിനില്ല. ഇല്ല കൂട്ടരെ, എന്റെ വാപ്പ മരിച്ചത് ഫെബ്രുവരി 10 അടുത്ത ഫെബ്രുവരി 10 വരുമ്പോ, പടച്ചോനെ എന്റെ വാപ്പ പോയിട്ട് ഒരു കൊല്ലമായി, റബ്ബേ എനിക്കൊരു വയസ്സുകൂടി കൂടി, റബ്ബേ ഞാൻ നിന്നിലേക്ക് അടുക്കുകയാണ്, എന്റെ ഭാഗത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ പൊറുക്കണേ, ഞങ്ങളെ ഏറെ പരിപാലിച്ച് പോറ്റി വളർത്താൻ നിന്റെ തൗഫീഖോടുകൂടി പരിശ്രമിച്ച ഞങ്ങളുടെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ആ ഖബറിന്റെ അടുത്തൊക്കെ ഒന്ന്, അന്നും അല്ലാത്ത ദിവസമൊക്കെ ഒന്ന് പോയിട്ട് ആ വാപ്പാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ. ഇതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷെ അന്ന് വാപ്പ മരിച്ച ദിവസത്തെ ഓർക്കുമ്പോ കല്യാണ പന്തല് പോലെ പന്തലിട്ട്, വാപ്പ മരിച്ച 3-ാമത്തെ ദിവസം, ഉമ്മ മരിച്ച 3-ാമത്തെ ദിവസം ആ കല്യാണം പോലെ പന്തലിട്ട് ചെമ്പുകൾ ഒരുങ്ങുന്ന, അതേ എന്ത് ആഘോഷമാണോ ഇത്? ആണോ പ്രിയങ്കരിയായ ഉമ്മ മരിച്ചത് ആഘോഷമാണോ? വാപ്പ മരിച്ചത് ആഘോഷമാണോ? എന്നിട്ട് ആളുകൾക്ക് സദ്യ ഒരുക്കുകയാണ്, ഭക്ഷണം ഒരുക്കുകയാണ്. ഇസ്ലാം ഇത് അനുവദിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൗനമായി മരണത്തെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, ഈ കിടക്കുന്ന മയ്യത്ത് കെട്ടിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ച് നടന്നു പോവുക. കൈതക്കാടിലെ മുസ്ലിങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്ന മദ്ഹബാകുന്ന ഷാഫി മദ്ഹബിലെ 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി തന്റെ അൽ അദ്ഖാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ആ മയ്യത്തിന്റെ കൂടെ പോകുമ്പോ, അസ്സുകൂത്ത് ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോ മിണ്ടാതെ പോകണം. സലഫികൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മുജാഹിദുകൾക്ക് ചെല്ലാൻ അറിയാത്തത് കൊണ്ടല്ല, ഞങ്ങൾ ഒരു ദിക്റും ഉറക്കെ ചെല്ലില്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഉറക്കെ ദിക്ർ ചൊല്ലി പോയിട്ടില്ല. ഒരു സഹാബിയും മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഉറക്കെ ദിക്ർ ചൊല്ലി പോയിട്ടില്ല. നബിയോടുള്ള ഇഷ്ടമാണ്, സഹാബികളോടുള്ള മഹബ്ബത്താണ്, മുൻഗാമികളോടുള്ള ഇഷ്ടമാണ്, ഇസ്ലാമിന്റെ പാത സ്വീകരിക്കുവാനുള്ള താല്പര്യമാണ് ഞങ്ങളത് ചെയ്യുന്നത്. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്തത് കൊണ്ടല്ല. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം. അസ്സുകൂത്ത് ഫീ ഹാലി സൈരി മഅൽ ജനാസ വലാ യർഫഉ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, ദിക്ർ ചൊല്ലിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, അതല്ലാത്തത് കൊണ്ടും ശബ്ദമുയർത്തരുത്. ഇവിടെ വലിയൊരു പള്ളിയില്ലേ, ആ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ച അലമാരയിൽ ഒരു കിതാബ് ഉണ്ടാകും ഇമാം നബവിയുടെ. അതില്ലാത്ത പള്ളികൾ കുറവായിരിക്കും. അൽ അദ്ഖാർ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥത്തിൽ 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറഞ്ഞു കൊടുക്കുക, മയ്യത്തിന്റെ കൂടെ നിങ്ങൾ മിണ്ടാതെയാണ് പോകേണ്ടത്. അവിടെ ശബ്ദമുയർത്തി ദിക്റോ ഖുർആനോ ഓതിക്കൊണ്ടല്ല നിങ്ങൾ പോവേണ്ടത് എന്ന് മഹാനായ ഇമാം നബവി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി നോക്കിക്കോ, അടുത്ത 8-ാമത്തെ കാര്യം. ഇനി ഒരു അറിവ്, ഒരു ബലി, ഒരു മൃഗത്തെ അറുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തോളൂ. അവിടെ ജാതിയും മതവും ഒന്നുമില്ല. മനുഷ്യർക്ക് നിങ്ങൾ കൊടുക്ക്. ആ ഒരാടിനെ നിങ്ങൾ അറുത്തിട്ട് ഇറച്ചി അയൽവാസികൾക്ക് കൊടുക്ക്, ഒരു പൊത്തിനെ അറുത്തിട്ട് കൊടുക്ക്. പ്രിയപ്പെട്ടവരെ, പറ്റുന്ന ഇറച്ചിയോ ഭക്ഷണോ അരിയോ ഒക്കെ നിങ്ങൾ നാട്ടുകാർക്കൊക്കെ കൊടുക്ക്. അവിടെ ജാതി മതമൊന്നുമില്ല. എല്ലാവരും സഹായിക്ക്. പൊളിഞ്ഞു വീണ് കിടക്കുന്ന വീട് ഹൈന്ദവന്റെ വീടാണ്, അത് ശരിയാക്കി കൊടുക്ക്. മനുഷ്യത്വമാണ് അവിടെ നിലനിർത്തേണ്ടത്, സൗഹാർദ്ദമാണ് അവിടെ നിലനിർത്തേണ്ടത്. അവിടെ ഒന്നും ജാതി മതമില്ല. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറയെ തിന്നുന്നവൻ വിശ്വാസിയല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? വയറു നിറയെ നീ ഭക്ഷണം കഴിക്കുന്നു, അയൽവാസി പട്ടിണി കിടക്കുന്നു. ജൂതനാണ് പ്രവാചകന്റെ ഒരു അയൽവാസി. എന്നിട്ട് ജൂതൻ ഇസ്ലാമിന്റെ ശത്രുവാണ്. അന്നും ശത്രുവാണ്, ഇന്നും ശത്രുവാണ്, ഇനി ഫ്യൂച്ചറിലും ശത്രുവാണ്, പാസ്റ്റിലും ശത്രുവായിരുന്നു. എന്നാൽ ആ ജൂതന്റെ മതം നോക്കാൻ പറഞ്ഞില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോ നമ്മൾ വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവിടേക്ക് കൊടുത്തയക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാ. ഇറച്ചിയിൽ വിഷം കലർത്തി കൊന്നുകളയാൻ നോക്കി ജൂതൻ അള്ളാഹുവിന്റെ പ്രവാചകനെ.
എന്നിട്ട് ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരിച്ച് ബോഡി കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. കൂടെയുള്ള സ്വഹാബികൾ, സഖാക്കൾ, അനുചരന്മാർ ചോദിച്ചു, അല്ലയോ നബിയെ, അതൊരു ജൂതന്റെ മയ്യത്തല്ലേ, ഒരു ജൂതന്റെ ബോഡിയല്ലേ, നമ്മൾ ആദരിക്കണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ആ സന്ദേശം കൈമാറുന്ന ഒരു വചനമാണ് പ്രവാചകൻ പറഞ്ഞത്. അതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ, അതൊരു മനുഷ്യന്റെ ബോഡിയല്ലേ, എഴുന്നേറ്റ് നിൽക്കൂ, ആദരിക്കൂ എന്ന്. കണ്ടോ? അവിടെ ജാതി നോക്കിയോ? അവിടെ മതം നോക്കിയോ? അവിടെ വേറെ ഏതെങ്കിലും പരിഗണന ഉണ്ടായോ? ഇല്ല. എന്നാൽ എന്റെ വിശ്വാസം അടിയറ വെക്കാതെ കാത്തു സൂക്ഷിക്കണം, അതിലൊന്നും തർക്കമില്ല. എനിക്ക് എന്റെ വിശ്വാസം സൂക്ഷിച്ചു പോകണം. അതാ ഈ രാജ്യം ഭരണഘടന ആർട്ടിക്കിൾ 25 പറയുന്നു. എന്ത്? എനിക്ക് ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാം, അത് ആചരിക്കാം, അത് പ്രചരിപ്പിക്കാം. ആർട്ടിക്കിൾ 25 വായിച്ചോക്ക്. 26 പോ, 27 പോ, ആർട്ടിക്കിൾ 14 പോ. അവിടെയൊക്കെ മനുഷ്യന് ദാ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പോരാ, ഓരോ മനുഷ്യനും മൗലികമായി കിട്ടേണ്ട അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു കൊടുക്കുന്നു. അതനുസരിച്ച് എനിക്ക് എന്റെ വിശ്വാസം സത്യമായി പുലർത്താം. പക്ഷെ ഒരാൾ ആക്രമിച്ചിട്ടല്ല, ഒരാളെ ദ്രോഹിച്ചിട്ടല്ല, ഒരു അയൽവാസിക്കും ഉപദ്രവം ഉണ്ടാക്കിയിട്ടല്ല, ഒരു നാട്ടുകാർക്കും ഉപദ്രവം ഉണ്ടാക്കിയിട്ടല്ല. എന്റെ വിശ്വാസം എനിക്ക് കാത്തു സൂക്ഷിക്കാം. എനിക്ക് പറ്റാത്തതാണെങ്കിൽ തുറന്നു പറയാം. മലക്ക് പോകാൻ മാലയിട്ട ഹൈന്ദവ സഹോദരൻ അതേ മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, അത് തീവ്രവാദമല്ല, അതവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവനെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചോ, അവൻ പറയും, ഞാൻ മാലയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് വർഗീയതയല്ല, അതുകൊണ്ട് വിശ്വാസാണ്. അതേപോലെ മുസ്ലിം അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാത്ത ഒരു മാംസം കഴിക്കാൻ പാടില്ല, അത് വർഗീയതയല്ല, അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഏകദൈവ വിശ്വാസത്തിനെതിരായി പൂജിച്ച ഭക്ഷണം ഒരു ഏകദൈവ വിശ്വാസിയായ മുസ്ലിം കഴിക്കൂല, അത് വർഗീയതയല്ല മനുഷ്യരെ, മറിച്ചത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലേ? ക്രിസ്ത്യാനികൾക്ക് നൊയമ്പുണ്ട്, അവർക്ക് മാംസം കഴിക്കാൻ മാറ്റിവെച്ചാൽ മതി, മാംസവും മത്സ്യവും മാറ്റിവെച്ച് നോമ്പെടുക്കാം, അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാ. മുസ്ലിമിന്റെ നോമ്പോ, അവൻ ഒരു തുള്ളി വെള്ളം പോലും സുബഹി ബാങ്ക് മുതൽ മഗ്രിബിന്റെ ബാങ്ക് വരെ അസ്തമയം വരെ കുടിക്കാൻ പാടില്ല. ഉമിനീര് പോലും കരുതിക്കുട്ടി വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കാൻ പാടില്ല, തുപ്പിക്കളയണമെന്ന് പഠിപ്പിച്ച പ്രത്യേകമായ ഒരു മതവിശ്വാസത്തിന്റെ ശക്തിയുണ്ട്. അപ്പൊ ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ മതവിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. അതെല്ലാം കണ്ടും കേട്ടും വളരുക, നമ്മുടെ മതവിശ്വാസത്തെ കൃത്യമായി പാലിക്കുക. അവിടെ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും വിശ്വാസരംഗത്ത് അടിയറ വെക്കേണ്ടതില്ല. എന്നാൽ യുദ്ധം നടക്കുമ്പോ നോക്ക് നിങ്ങൾ, ഒരു രാജ്യം മറുരാജ്യമായി യുദ്ധം നടക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എന്തറിയോ? നിങ്ങൾ ഏതെങ്കിലും ആളുകളുടെ മഠങ്ങളെ തകർത്ത് കളയരുത് കേട്ടോ, കൃഷികളെ നശിപ്പിക്കരുത് കേട്ടോ, കുട്ടികളെ കൊല്ലരുത് കേട്ടോ, സ്ത്രീകളെ ഉപദ്രവിക്കരുത് കേട്ടോ, അതിരുകടക്കരുത് കേട്ടോ. ഇതാ മതം, ഇതാ മതം. അത് പഠിക്കണം, അത് പഠിക്കാത്തതാ പ്രശ്നം. അല്ലേ? ഒരു യുദ്ധം നടക്കുമ്പോൾ വരെ ലംഘിച്ചില്ലേ? ഫലസ്തീനിന്റെ മണ്ണിൽ ലംഘനം നടന്നില്ലേ? എത്ര ചർച്ചകൾ നടന്നു. ആ ലംഘനം പാടില്ല എന്ന് അള്ളാഹുവിന്റെ മതം പറയുകയാണ്. ഒരു യുദ്ധം നടക്കുമ്പോൾ സമയം നിശ്ചയിച്ചാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കടന്നു പോകുന്ന സ്ത്രീകളെയോ കുട്ടികളെയോ കൊല്ലരുത്. ഫലസ്തീനിൽ മരിച്ചു വീണ 10,000 ആളുകളിൽ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ നിഷ്കാപ്പറ്റരായ കുട്ടികളാണ്. അടുത്ത തലമുറയെ തന്നെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഗൂഢനീക്കങ്ങളുടെ ഹിഡൻ അജണ്ടകളുടെ ഭാഗമായി കുട്ടികളെ കൊന്നു തീർക്കുന്നു. അവർക്കെന്തു മതം? ജൂതന്മാർക്കെന്തു മതം? എന്തു നീതി? അല്ലേ? ഹിറ്റ്ലർ പറഞ്ഞു, ഞാൻ 60 ലക്ഷം ജൂതന്മാരെ കൊന്നിട്ടുണ്ട്, കുറച്ച് ജൂതന്മാരെ ഞാൻ ഇവിടെ ബാക്കി നിർത്തുന്നു. എന്തിനെന്നറിയുമോ? നിങ്ങൾ അറിയണം ആരാണ് ജൂതന്മാരെന്ന്, അവരുടെ സ്വഭാവം എന്തെന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് ജൂതായിസത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ മുഴുവൻ ജൂതന്മാരെയും ഇല്ലായ്മ ചെയ്യാൻ കഴിയും, പക്ഷെ ഞാൻ ബാക്കി വെക്കുന്നു ലോകത്തിന്റെ മുമ്പിൽ പഠിക്കാൻ. ഹിറ്റ്ലർ പറഞ്ഞതാ, ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിനുള്ളിൽ കുളിർമയേകുന്ന ഒന്നാണ്. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? അബുൽ കലാം ആസാദ് ആണ്. ഗാന്ധിജിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. എന്നിട്ട് ബാങ്ക് വിളിച്ചാലോ ഗാന്ധിജിയോട് പറയും, ഞാൻ നമസ്കരിച്ചിട്ട് വരാൻ. കണ്ടോ? ഗാന്ധിജിക്ക് ഒരു വെറുപ്പ് തോന്നിയോ? ഇല്ല.
ഇല്ലെന്ന്. അപ്പൊ വിശ്വാസം എങ്ങനെ? അത് പാലിച്ച് മുൻഗാമികൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ 8ാമത്തെ കാര്യമായി പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു പോയിട്ടുള്ളത്. അപ്പൊ ബലി, ഒരു മൃഗത്തെ അറുത്തു കൊടുക്കുക, എന്നാൽ അത് ദൈവനാമത്തിലായിരിക്കണം. കൂലിയോ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. മരിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരു മക്ബറയിൽ കിടക്കുന്ന, ഖബറിൽ കിടക്കുന്ന ഒരാളുടെ പൊരുത്തമോ ഇഷ്ടമോ പ്രീതിയോ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല. കേട്ടോളൂ, പണ്ഡിതന്മാരെ പറയാ, ഈ കൈതക്കാടൊക്കെ തിങ്ങി താമസിക്കുന്ന മുസ്ലിങ്ങളെ, നമ്മുടെ കിതാബിൽ പറയുന്ന, പുസ്തകത്തിൽ പറയുന്ന, ഗ്രന്ഥങ്ങളിൽ പറയുന്ന വാക്കാണ് വഅമ്മദ്ദബ്ഹു ലിഗൈരില്ലാഹ്. ഒരു ബലികർമ്മം നടക്കുകയാണ്, അറുക്കുകയാണ്. ഫൽ മുറാദ് ബിഹി അൻ യദ്ബഹ ബിസ്മി ഗൈരില്ലാഹി തആല കമൻ ദബഹ ലിസ്വനമി അബി സ്വലീബി ഔ ലിമൂസ ഔ ലീസ ഔ ലിൽ കഅബ. എന്താ പറഞ്ഞത്? കഅബയെ മുസ്ലിങ്ങൾ 5 നേരം തിരിഞ്ഞ് നമസ്കരിക്കുന്ന ലോകത്തിൽ 1ാമത്തെ ഭവനം, ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ 1ാമത്തെ ഭവനം, ആ ഭവനത്തിന്റെ പേരിൽ പോലും അറുക്കാൻ പാടില്ല. അതാ പറഞ്ഞ ഇസ്ലാം. ആ കഅബയുടെ പേരിലാകട്ടെ, അല്ലെങ്കിൽ പ്രതിഷ്ഠകളുടെ പേരിലാകട്ടെ, അതല്ലെങ്കിൽ ഈസാ നബിയുടെ പേരിലാകട്ടെ, അല്ലെങ്കിൽ മൂസാ നബിയുടെ പേരിലാകട്ടെ, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പേരിലാകട്ടെ, ആരെ പേരിലാണെങ്കിലും നോക്കൂ, എന്നിട്ട് പറയുകയാണ് ഇനി എല്ലാം എണ്ണാൻ കഴിയില്ലല്ലോ. കഅബയുടെ പേരിലാകാം, മുഹമ്മദ് നബിയുടെ പേരിലാകാം, മൂസാ നബിയുടെ പേരിലാകാം, ഈസാ നബിയുടെ പേരിലാകാം, പുണ്യപുരുഷന്മാരുടെ പേരിലാവാം, അതല്ലെങ്കിൽ പ്രതിഷ്ഠകളുടെ പേരിലാവാം, ആരുടെ പേരിലായാലും ശരി, ഫകുല്ലു ഹാദാ ഹറാം. ആ അറിവുകൾ നിഷിദ്ധമാണ്, അറുക്കാൻ പാടില്ല. അങ്ങനെ എന്താ കാരണം? വലാ തഹല്ലു ഹാദിഹി ദബീഹ സവാഉൻ കാന ദാബിഹു മുസ്ലിമൻ ഔ നസ്റാനിയ. അറുത്തത് ക്രിസ്ത്യാനിയാകാം, അറുത്തത് മുസ്ലിമാവാം, ആരറുത്താലും ആ അറിവ് ശരിയാവുകയില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ പ്രീതി ആഗ്രഹിച്ചോ, ഖബറിൽ കിടക്കുന്നവന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടൊന്നുമല്ല നമ്മളൊരു ദാനധർമ്മം ചെയ്യുക, ഒരു മൃഗത്തെ അറുത്തു കൊടുക്കുക, ഒരു പുണ്യകർമ്മം ചെയ്യേണ്ടത്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ, അണ്ഡകടാഹങ്ങളുടെ അധിപനായ, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ, ഈ ലൈറ്റിനു ചുറ്റും പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണികളെ സംവിധാനിച്ച് ഈ ഭൂമിയെ മുഴുവനും ഒരുക്കിത്തന്ന, ആകാശത്തിന്റെ മേൽക്കൂര ഒരുക്കിത്തന്ന വാരിമിതറിയ മിൻഹാമിനുങ്ങളെ, എത്ര വലിപ്പമാണത്! 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ വലിപ്പമുള്ള സൂര്യനെ സംവിധാനിച്ചു തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെയാണ്, അവന്റെ കൂലിയാണ്, അവന്റെ പ്രീതിയാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. എന്നിട്ട് ഈ ഇബാറത്ത് അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടോളൂ, നസ്സ അലൈഹി ശാഫിഈ. ഈ വിഷയത്തിൽ ഇമാം ഷാഫി, അതേ ഇമാം ഷാഫി, വത്തഫഖ അലൈഹി അസ്ഹാബുനാ, അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളും ഐക്യകണ്ഠേന ഇത് കൃത്യമായി സംശയത്തിനിടമില്ലാതെ പ്രഖ്യാപിച്ചതാണ്. ഇതൊക്കെ കൃത്യമായി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ കിടക്കുകയാണ്. ഒരാൾ നേർച്ച കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഖബറിലുള്ളവന്റെ പ്രീതിയോ പൊരുത്തമോ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ നേർച്ചയാക്കുന്നതെങ്കിൽ അവന്റെ നേർച്ച ബാത്തിലാണ്. കാരണം എന്താ? അല്ലാഹുവിലേക്ക് മാത്രമാണ്, അവന്റെ സൃഷ്ടികളിലേക്ക് പൊരുത്തം ആഗ്രഹിക്കരുത്. ഇതൊക്കെ ഏകദൈവ വിശ്വാസത്തിന്റെ വഴികളാണ്. കാരണം ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ഏക സൃഷ്ടാവ്, അവനാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. ഈ കാണുന്ന ചരാചരങ്ങളെ മുഴുവനും, ഈ സസ്യലതാദികളെ മുഴുവനും, ഈ മരങ്ങളെ മുഴുവനും, ഇവിടുത്തെ ചെറിയ കൊച്ചു പ്രാണികളെ മുഴുവനും, എന്റെയും നിങ്ങളുടെയും മൂക്കും വായും മൂടിക്കെട്ടിപ്പിച്ച കൊറോണ എന്ന് പേരിട്ട് വിളിച്ച രോഗത്തിന് കാരണക്കാരായ ബാക്ടീരിയ ആകട്ടെ, വൈറസ് ആകട്ടെ, ആരാകട്ടെ, ഏത് തരത്തിലുള്ളതാകട്ടെ, എല്ലാറ്റിനെയും സംവിധാനിച്ചത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ്. ചിലത് പരീക്ഷണാവും, ചിലത് മനുഷ്യർക്ക് പ്രത്യക്ഷത്തിൽ ഉപകാരമാകും, ചിലത് ഈ ഭൂമിയുടെ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കാൻ ഇവിടെ ആവശ്യമാണ്. എല്ലാറ്റിനെയും സംവിധാനിച്ചിട്ടുള്ളത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ്. ആ റബ്ബിലേക്കാണ് മുഅ്മിനീങ്ങളെ നമ്മൾ മടങ്ങേണ്ടത്. ആ റബ്ബിലേക്കാണ് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ പോവേണ്ടത്. അവന്റെ മുന്നിലേക്കാണ് ദുആ പോകേണ്ടത്. കാരണം ദുആ അവന്റെ മുമ്പിലേക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ നിങ്ങൾക്ക്?
അതുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. റബ്ബല്ലാത്ത ആളുകളോട് ഇന്ന് മനുഷ്യർ, അത് മുഹമ്മദ് നബിയോട് ഈ അമ്പലത്തിന്റെ പരിസരത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോ ഇവിടുത്തെ മനുഷ്യരോട് ഞാൻ പറയാ, എന്റെ സംസാരം മുഹമ്മദ് നബിയെ ആരാധിക്കണേ എന്ന് പറയാനാണെങ്കിൽ, മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കണേ എന്ന് പറയാനാണെങ്കിൽ ഇതൊരു വർഗീയതയുടെ സംസാരമാണ്. ഇത് പറയാനല്ല ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. മുഹമ്മദ് നബിയെ ലോകത്തിന് സമ്മാനിച്ച, യേശു ക്രിസ്തുവിനെ ലോകത്തിന് സമ്മാനിച്ച, അതേ ശ്രീനാരായണ ഗുരുവിനെ ലോകത്തിന് സമ്മാനിച്ച, അങ്ങനെ ലോകത്ത് കടന്നുപോയ ഋഷിവര്യന്മാരെ ലോകത്തിന് സമ്മാനിച്ച, പ്രവാചക ഗുരുവര്യന്മാരെ ലോകത്തിന് സമ്മാനിച്ച, അതേ ആകാശത്തിന്റെ മേലാപ്പുകൾ ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ മനുഷ്യന്റെ ഞരമ്പുകൾ മാത്രം ഈ ഭൂമിയെ 2 തവണ ചുറ്റാൻ വലിപ്പമുണ്ട്. ഒരൊറ്റ മനുഷ്യന്റെ രക്തക്കൊയലുകൾക്ക് എന്ന ശാസ്ത്രം വിളിച്ചു പറയുമ്പോ ഈ രക്തക്കൊയലുകളും നാഡികളും ഒരുക്കി തന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അവനോട് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് അതിന് ന്യായം ശിഹാബടക്കര പറയുകയല്ല, പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഒന്നാമത്തെ ന്യായമായി ഖുർആൻ പറഞ്ഞത്, ഓർഡറിലല്ല ഞാൻ പറയുന്നത്, പ്രസംഗത്തിന്റെ സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ചിലത് മാത്രം പറയട്ടെ. ഒന്ന്, ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ആരെയാണോ റബ്ബിന് പുറമെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് അവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോ അവർ മനുഷ്യരാണ്, അവർക്ക് മുമ്പ് മനുഷ്യരുണ്ട്, എന്നാൽ അവർ സാധാരണ മനുഷ്യരല്ല. അതിൽ മുത്തി നബി അടക്കമുള്ള പ്രവാചകനുണ്ട്, സഹാബത്ത് എന്ന് പറയുന്ന ഔലിയാക്കന്മാരാണ്. അവരെ നമ്മെപ്പോലെ സാധാരണ മനുഷ്യരായി എണ്ണുകയല്ല, പക്ഷെ അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. മുഹ്ദി ശൈഖ് എന്ന് വിളിക്കുമ്പോ മുഹ്ദി ശൈഖ് അള്ളാഹുവിന്റെ അടിമയാണ്. മമ്പറന്തങ്ങളെ എന്ന് വിളിക്കുമ്പോ അള്ളാഹുവിന്റെ അടിമയാണ്. അങ്ങ് തിരുവനന്തപുരത്തെ ഭീമാ ഉമ്മാച്ച എന്ന് വിളിക്കുമ്പോ, തൊട്ടുപ്പുറത്തെ കടുവാപ്പള്ളിയിലെ ശൈഖിനെ വിളിക്കുമ്പോ, ഇങ്ങ് കാസർഗോഡിലെ തോട്ടക്കണക്കിനുള്ള കബറുകൾ വരെ നീണ്ടു നിൽക്കുന്ന ഈ കേരളത്തിന്റെ ഒരതിർത്തിയിൽ നിന്ന് മറു അതിർത്തിയിലേക്ക് പോകുന്ന ഏതൊക്കെ സ്ഥലങ്ങളിൽ കെട്ടിപ്പൊക്കിയ മക്ബറകൾ ഉണ്ടോ അവിടെയൊക്കെയുള്ള ശൈഖുമാരെ ബീവിമാരെ വിളിക്കുമ്പോ ഒരു കാര്യം ഖുർആൻ പറയുകയാണ്, ഇബാദുൻ അംസാലുക്കും, അവരൊക്കെ നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ മരണമുള്ള, ക്ഷീണമുള്ള, ഉറക്കമുള്ള, തളർച്ചയുള്ള, അസുഖം വരുന്ന, രോഗം ബാധിക്കുന്ന, എഴുന്നേൽക്കാൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. രണ്ടാമത് പറയുന്നു പരിശുദ്ധ ഖുർആൻ, നോക്കൂ, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈആ. രണ്ടാമത്തെ ന്യായം കേട്ടോളൂ, ഇവരാരും ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഈ മൊയ്തീൻ ശൈഖ് ആകട്ടെ, അതേ മൊയ്തീൻ ശൈഖ് നല്ലൊരു പണ്ഡിതനാണ്, അതിലൊന്നും തർക്കമില്ല, റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് വലിയ സ്ഥാനം പരലോകത്ത് കൊടുക്കുമാറാകട്ടെ. പക്ഷേ മൊയ്തീൻ ശൈഖ് ലോകത്തൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ലോകത്ത് ഇന്ന് ഏതൊക്കെ ശൈഖുമാർ മരണപ്പെട്ടു പോയ കോഴിക്കോട് ജില്ലയിലെ CM എന്ന് പറയുന്ന കെട്ടുകഥകൾ പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ വിശ്വാസരംഗത്ത് നിന്ന് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന, വിമാനങ്ങളെ നിയന്ത്രിക്കുന്ന CM ആണെന്ന് പറയുന്നു, ട്രെയിനുകളെ നിയന്ത്രിക്കുന്നത് CM ആണെന്ന് പറയുന്നു, മരിച്ചുപോയിട്ടും കബറിൽ കടന്നുകൊണ്ട് എല്ലാം കാണുന്നു എന്ന് പറയുന്നു. എന്നാൽ പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നൂടെ എന്ന് ചോദിക്കാൻ പാടില്ല, എല്ലാം അവിടെ കടന്നുകൊണ്ട് കാണുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന CM എന്ന് പറയുന്ന വ്യക്തി കേൾക്കണേ, ലാ യഖ്ലുഖൂന ശൈആ, ഖുർആൻ പറയാ അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. പോരാ, വഹും യുഖ്ലഖൂൻ, അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഖുർആന്റെ മൂന്നാമത്തെ ന്യായം. നാലാമത്തെ ന്യായം കേട്ടോളൂ, അംവാതുൻ ഗൈറു അഹ്യാ, അവർ ജീവനില്ലാത്തവരാണ്, മരണപ്പെട്ടു പോകുന്നവരാണ്. അള്ളാഹുവിന് മരണമില്ല, ഈ പ്രപഞ്ചത്തിന്റെ നാഥന് മരണമില്ല. ഹൈന്ദവന്റെ, ക്രൈസ്തവന്റെ, മുസ്ലിമിന്റെ മതമുണ്ട് എന്നില്ല എന്നൊക്കെ പറയുന്നവരുടെ, ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ മഹാശക്തിക്ക് മരണമില്ല. അവന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ല, അവന് ക്ഷീണമില്ല, തളർച്ചയില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ക്ഷീണല്ല, മയക്കല്ല, ഉറക്കല്ല, അവൻ ആദ്യമേ ഉള്ളവനാണ്, എല്ലാവരുടെയും സ്രഷ്ടാവാണ്. അതുകൊണ്ട് മരിച്ചു പോകുന്നവരെ, ശരീരം പിന്നെന്താ പറയുക, ദ്രവിച്ചു പോകുന്നവരെ, അവരെ നിങ്ങൾ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കരുത്. മാത്രമല്ല ഖുർആൻ പറയാണ്, വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ,
ഈ ഖബർ കിടക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല ഇനി ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ്. അത്ര ദുർബലരാണ് അവർ. അടുത്ത കാരണം കേട്ടോളൂ, അഞ്ചാമത്തെ കാരണം, ഇൻ തദ്ഉഹും, ഇനി നിങ്ങൾ അതുപോലെയുള്ള ആളുകളോട് ദുആ ചെയ്താൽ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. ഖബറിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറയുമ്പോ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. പ്രാർത്ഥിക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ നാഥനോടാണ്. പ്രാർത്ഥിക്കേണ്ടത് ഈ ലോകത്തിന്റെ രക്ഷിതാവിനോടാണ്. നിങ്ങൾ റബ്ബല്ലാത്ത ആരോട് നിങ്ങൾ ദുആ ചെയ്താലും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. അടുത്തത് ആറാമത്തെ വാദം എന്താണ് ഖുർആൻ പറയുന്നത്? ഇനി നിങ്ങൾക്ക് തർക്കത്തിനു വേണ്ടി, കുതർക്കത്തിനു വേണ്ടി, വിതർക്കത്തിനു വേണ്ടി, ഗണ്ഡന മണ്ഡനങ്ങൾക്ക് വേണ്ടി കേൾക്കുമെന്ന് സമ്മതിച്ചു തന്നാൽ തന്നെ ഖുർആൻ പറയാ വലൗ സമിഉ, കേൾക്കുമെന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണെങ്കിൽ തന്നെ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം തരുകയില്ല. പിന്നെന്തിനാ ദുആ ചെയ്യണത്? അല്ലാഹു പറഞ്ഞതാണ്. അടുത്ത കാരണം കേട്ടോളൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏഴാമത്തെ കാര്യം കേട്ടോളൂ, അവർ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങളുടെ ദുആഇനെ തൊട്ട് അവർ അശ്രദ്ധരാണ്. എട്ടാമത്തെ കാരണം കേട്ടോളൂ, നാളെ പരലോകത്ത് അവർ നിങ്ങൾ ചെയ്ത ഈ ദുആഇനെ, ശിർക്കിനെ എതിർക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ പറയുന്നത്. ഒമ്പതാമത്തെ കാരണം കേട്ടോളൂ, വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വാപ്പയുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്ത് പറയുന്ന സ്ഥലത്ത് ഇത് ഖാല ലിഇബ്നി യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈആ. 8ഉം 9ഉം 10ഉം കാരണങ്ങളൊക്കെ അവിടെ വന്നു. കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഈ അർത്ഥത്തിലുള്ള ആളുകളോട് എന്തിനാണ് നിങ്ങൾ തേട്ടം നടത്തുന്നത്? എല്ലാം കാണുന്ന മനുഷ്യരുടെ മുഴുവൻ സ്രഷ്ടാവായ, സർവ്വജീവജാലങ്ങളുടെയും സ്രഷ്ടാവായ ആ റബ്ബിനോടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൈതക്കാടിലെ മനുഷ്യരെ, മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളല്ലാത്തവരെ, മനുഷ്യരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ലോകത്തിന്റെ രക്ഷിതാവായ ഒരു റബ്ബ്, ഒരു ദൈവം, മഹാശക്തി, അവനാണ് നമ്മളെ ജനിപ്പിച്ചത്, അവനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, അവനാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ സെക്കൻഡിലും 3 പേരെ മരിപ്പിക്കുന്നത്, ഓരോ സെക്കൻഡിലും 2ഓ 3ഓ ആളുകളെ ജനിപ്പിക്കുന്നത് ഒക്കെ അവനാ. അതുകൊണ്ട് അവന്റെ മുന്നിലേക്കുള്ള മടക്കമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോ അതൊക്കെ ഒരു മുസ്ലിങ്ങളുടെ പ്രസംഗല്ലേ എന്ന നിലക്ക് തള്ളിക്കളയണ്ട. മരിച്ചിട്ട് നമുക്കൊരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ഇല്ലാന്ന് ഇപ്പൊ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കടന്നുപോയില്ലേ, എത്ര കേസുകളായിരിക്കും കൈകാര്യം ചെയ്യുക, എത്ര കേസുകളായിരിക്കും. ചിലപ്പോൾ തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. ചിലത് തെളിയിക്കാൻ പറ്റും, ചിലത് തെളിയിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവരൊക്കെ വേഗം ചിന്തിച്ചു നോക്ക്, അവിടെ ഒന്ന് സംസാരിച്ചു നോക്കി നിങ്ങൾ, അവർക്ക് വേഗം മനസ്സിലാവും. എന്താ കാരണം? എത്ര കേസുകൾ തെളിയിക്കാൻ പറ്റാതെ പോകും. ചിലപ്പോ അവരെന്നെ ചെയ്തത് നമുക്ക് തോന്നും, പക്ഷെ തെളിവ് നമുക്ക് കിട്ടുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണ്ടേ? കിട്ടണം. കിട്ടുന്നൊരു ലോകം ആവശ്യമാണ്, കിട്ടുന്നൊരു ലോകം ആവശ്യമാണ്. അതുകൊണ്ട് ആ ലോകത്തെ എത്തി നാളെ രക്ഷപ്പെടാനുള്ളൊരു മാർഗത്തെ കുറിച്ചാണ് ഇസ്ലാം ചർച്ച ചെയ്യുന്നത്. ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാണ്, ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കുക. ഈ പരിസരത്ത് എവിടെയാണോ ഖബർസ്ഥാൻ ഉള്ളത് അവിടേക്ക് പോവുക, ഖബറാളിക്ക് സലാം പറയുക. ആ സലാം ഖബറാളിക്ക് എത്തിക്കാൻ അള്ളാഹു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളോട് സലാം പറയാനാണ് പറഞ്ഞത്. ശരി, ആ ഖബറിടം നമ്മൾ സന്ദർശിക്കുന്നത് പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. മറ്റൊരു റിപ്പോർട്ടിൽ, ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്, എന്നാൽ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാം ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബറിടം സന്ദർശിക്കുന്നത് അള്ളാഹുവിനെ ഓർക്കാനാണ്, പരലോകത്തെ ഓർക്കാനാണ്, എന്റെ മരണത്തെക്കുറിച്ച് ഓർക്കാനാണ്. ഞാൻ നല്ല കണ്ണാടിക്ക് മുന്നിൽ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് എന്റെ ബോഡി നോക്കി അഭിമാനം കൊള്ളുമ്പോ ഖബറിടത്തിലേക്ക് ചെല്ലുമ്പോ എത്ര നല്ല തടിയാണെങ്കിലും, എത്ര നല്ല ആ ഫിറ്റ്നസ് ഉള്ള ബോഡിയാണെങ്കിലും ഇതൊക്കെ വിട്ടിട്ട് നാളെ ഈ മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണ് ഞാൻ. ഏതു വലിയ തമ്മാടിത്തങ്ങൾ ചെയ്ത് ആരെ തോൽപ്പിച്ചാലും ഈ മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണ് ഞാൻ.
കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യനും മരണം രുചിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് കാല് ചുരുട്ടുന്നു, കാല് നിവർത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചുമലിലേക്ക് ചെരിഞ്ഞു കിടന്നിട്ട് പറഞ്ഞു, അല്ലേ, മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പറഞ്ഞു, ആയിഷ, എന്തൊരു വേദനയാണ് മരണത്തിന് ആയിഷ, ഇന്നലിൽ മൗത്തി ലസക്കറാത്ത്, ഇന്നലിൽ മൗത്തി ലസക്കറാത്ത്, മരണത്തിന് വല്ലാത്ത അസ്വസ്ഥതയാണ് എന്ന് പറഞ്ഞത് ആരാന്നറിയോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കട്ടിലിലേക്ക് വരുമ്പോ, നമ്മുടെ കാറിലേക്ക് വരുമ്പോ, നമ്മുടെ ട്രെയിനിലേക്ക് വരുമ്പോ, നമ്മുടെ ഫ്ലൈറ്റിലെ തേടി വരുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാടത്തേക്ക് നമ്മെ തേടി വരുമ്പോ, നമ്മുടെ കൃഷിയിടത്തിലേക്ക് നമ്മെ തേടി വരുമ്പോ, ഏത് കോട്ട കുത്തലങ്ങളിൽ ഒളിച്ചാലും അവിടെ നമ്മെ മരണം തേടി വരുമ്പോ, ഇങ്ങനെ ആ ഒരു നാവുള്ളിലേക്ക് വലിഞ്ഞ് ഒരു പ്രത്യേക ശ്വാസം വലി തുടങ്ങുമ്പോ, പടച്ചവനെ, നന്നാകാൻ പറ്റുമായിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു, റബ്ബേ ശരിയായാൽ മതിയായിരുന്നു, ഒരു ദിവസം കൂടി അവസരം തന്നാൽ എല്ലാം പശ്ചാത്തപിച്ച് കണ്ണീരോടുകൂടി നിന്നോട് മാപ്പ് പറഞ്ഞ്, പടച്ചവനെ, ബാധ്യതകൾ തീർത്ത്, റബ്ബേ നിന്റെ മുമ്പിൽ കേണപേക്ഷിച്ച് മാപ്പ് ചോദിച്ച് പശ്ചാത്തപിച്ച് നന്നാവാൻ ഞാൻ ശ്രമിക്കും, ഉറപ്പാണ്, മാറ്റമില്ല. അല്ല പറയുന്നു, ഇല്ല സുഹൃത്തെ, ഇല്ല മനുഷ്യ, നിനക്ക് 60 കൊല്ലം തന്നു, 50 കൊല്ലം തന്നു, 40 കൊല്ലം തന്നു, 70 കൊല്ലം തന്നു, അല്ലേ, ഇനി നിനക്ക് അവസരമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വല്ലാത്ത ഘട്ടം നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അവിടെ വിശ്വാസങ്ങൾ അപ്പം മാറ്റുരച്ചിട്ട് കാര്യമില്ല. അവിടെ വിശ്വാസം മാറ്റുരച്ചിട്ട് കാര്യമല്ല. ഖബർ കെട്ടിപ്പൊക്കിയ ആളുകളുണ്ട്, അവിടെ പോയി സങ്കടം പറഞ്ഞവരുണ്ട്, കൈ ഖബറിന്റെ മേലെങ്ങനെ, ജാറത്തിന്റെ മേലെങ്ങനെ വെച്ചിട്ട് കരഞ്ഞവരുണ്ട്. അള്ളാന്റെ മുമ്പിൽ ജീവിതത്തിൽ കരയാത്ത മനുഷ്യന്മാര് ഈ ജാറത്തിന്റെ പച്ചപ്പുതപ്പിന്റെ മേലെ കയ്യും വെച്ച് കരഞ്ഞവരുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ കുറ്റം പറയണമെന്ന് തോന്നും, അല്ലേ? കരഞ്ഞിട്ടുണ്ട്. ഈ ഖബർ കിടക്കുന്ന ഷെയ്ഖിനോട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞവരുണ്ട്. വലിയ വലിയ സിയാറത്ത് ടൂർ സംഘടിപ്പിച്ച് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാര് അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല, പാവപ്പെട്ട മനുഷ്യരെ ബേക്കിൽ നിർത്തിയിട്ട് പറയാണ്, ഉപ്പാപ്പാ, ഞങ്ങൾ കുറെ ദൂരത്തുനിന്ന് വന്നതാട്ടോ, ഇനിയും ഞങ്ങൾ വരും, ഇനിയും കുറെ ആളുകൾ വരാനുണ്ട്, ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരണേ ഉപ്പാപ്പാ, ഖബർ ഞങ്ങളും കിടക്കേണ്ടതാണല്ലോ ഉപ്പാപ്പാ, ആ ഖബറിൽ ഞങ്ങൾക്ക് ശിക്ഷ ലഘൂകരിച്ച് തരണേ ഉപ്പാപ്പാ എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, പിന്നെ എന്താണ് പ്രാർത്ഥന? അള്ളാഹിനോട് മാത്രം പറയാനുള്ളത് പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ചിന്തിക്കണേ, ആലോചിക്കണേ. ആ ഖബർ, മുത്ത് നബിയുടെ ഖബർ പോലും, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ പോലും എത്ര ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തിയത് എത്രയെന്നറിയോ? ഒരു ചാണോളമാണ് എന്ന് അനസ് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം ലോകത്തോട് പറയുന്നു. നബിയുടെ ഖബർ കണ്ട സ്വഹാബികളാ പറയണത്, റസൂലുള്ളാന്റെ ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ മാത്രമേ പൊന്തി നിന്നിട്ടുള്ളൂ. ആ നഹ്വം മിൻ ശിബ്ർന, ഒരു ചാണെന്ന് മുഴുവൻ പറഞ്ഞില്ല, ഏകദേശം ഒരു ചാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് മുത്തുനബി പറഞ്ഞു, നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, അൻ യുജസ്സൽ ഖബറു, ഖബറുകൾ കുമ്മായമടിക്കരുത് കേട്ടോ. മുസ്ലിങ്ങളെ കേട്ടോ, കൈതക്കാടിലെ മുസ്ലിങ്ങളെ കേട്ടോളി. അങ്ങനെ റസൂലുള്ള പറയാണ്, മുജാഹിദുകളുടെ നേതാവ്, സെലഫികളുടെ നേതാവ് എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും കേരളത്തിലെ ഒരു മൗലവി അല്ല പറയുന്നത്, റഹ്മത്തുല്ലിൽ ആലമീനായ സർവ മുസ്ലിങ്ങളുടെയും നേതാവായ, പോരാ, അല്ലാഹു തആല ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽപ്പിക്കുന്ന, സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശനം കൊടുക്കുന്ന തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ, നമുക്കത് തള്ളിക്കളയാനാകുമോ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് ഇങ്ങനെ വിട പറയുന്ന സമയത്ത് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂട്ടരെ? എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി, ഒരു ഉത്സവ കേന്ദ്രമാക്കി വിട്ടുകൊടുക്കരുത് അല്ലാ. ഇന്നും വിട്ടുകൊടുത്തിട്ടില്ല അല്ലാ. അള്ളാന്റെ റസൂലിന്റെ ദുആണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, പടച്ചവനെ എന്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി കൊടുക്കരുത് അല്ലാ. അല്ലാഹുമ്മ ലാ
തജ്അൽ ഖബരി വസനൻ യുഅബദ്. റബ്ബേ, എന്റെ ഖബർ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് അല്ലാഹ്. അല്ലാഹ് സ്വീകരിച്ചില്ലേ? ഇന്നും കൊടുത്തോ? അവിടെ പോയിട്ട് ആർക്കെങ്കിലും നബിയുടെ ഖബറിലേക്ക് കൈ നീട്ടി നബിയേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നബിക്ക് സലാം പറയാ, അത് നമ്മളെ ബാധ്യത. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതാ നമുക്ക് ചെയ്യേണ്ടത്. നബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക, നബിയുടെ പേരിൽ ധാരാളം സലാം പറയുക. നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ബാങ്ക് കഴിഞ്ഞിട്ട്. അൽ വസീല എന്നൊരു പ്രത്യേക സ്ഥാനം ലോകത്ത് ഒരാൾക്ക് മാത്രമേ അല്ലാഹ് കൊടുക്കൂ. അതുകൊണ്ട് നമ്മൾ എല്ലാ ബാങ്കിനു ശേഷം അല്ലാഹുവിനോട് പറയാ, അത് മുഹമ്മദ് നബിക്ക് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല. നബി അല്ലാഹുവേ, ആ അൽ വസീല നബിക്ക് കൊടുക്കണേ അല്ലാഹ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ? ഇതൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാ, പറഞ്ഞു തന്നതാ. അതുകൊണ്ട് ഖബർ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് മരണബോധം ഉണ്ടാകാനാ. മുത്ത് നബിയാ പറഞ്ഞത്, എന്ത്? ഖബർ നിങ്ങൾ കുമ്മായി അടിക്കല്ലേട്ടോ. അവിടുന്ന് ഞാൻ പോയത് അത് പറയാനാ. റസൂലുള്ള പറയാ, ഖബർ നിങ്ങൾ കുമ്മായി അടിക്കല്ലേ, ഖബറിന്റെ മേലെ നിങ്ങൾ സിമന്റ് പൂശല്ലേ. 2, ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കല്ലേ. ഖബറിന്റെ മേലെ നിങ്ങൾ കയറി ഇരിക്കല്ലേ. ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതല്ലേ. കൈതക്കാടിലെ മുസ്ലിങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാൾ മരിക്കുമ്പോ, ആ ഞങ്ങളെ വാപ്പ മരിക്കുമ്പോ വാപ്പാന്റെ ഖബറിന്റെ മേലെ ഒരു 786 എഴുതിയ ഒരു ചെറിയ സ്ലാബിന്റെ കഷ്ടം വാങ്ങി വെക്കാൻ, ഒരു മാർബിളിന്റെ കഷ്ടം വാങ്ങി കൊത്തുപണിയോടുകൂടി വെക്കാൻ ക്യാഷില്ലാഞ്ഞിട്ടല്ല. ഒരു 10 or 20 വെട്ടുകല്ല് വാങ്ങി 2 ചാക്ക് സിമെന്റും കൊണ്ടുവന്ന് ഒരു അര ഗുഡ്സ് മണലും കൊണ്ടുവന്ന് ആ ഖബറൊന്ന് കെട്ടി മനോഹരമാക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതാ, ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായം അടിക്കരുത്. അള്ളാന്റെ റസൂല് പറയാ, ഖബറിന്റെ മേലെ നിങ്ങൾ സിമെന്റ് പൂശരുത്. അള്ളാന്റെ റസൂല് പറയാ, ഖബറിന്റെ മേലെ നിങ്ങൾ എടുപ്പുണ്ടാക്കരുത്. അള്ളാന്റെ റസൂല് പറയാ, ഖബറിന്റെ മേലെ നിങ്ങൾ ഇരിക്കരുത്. റസൂലുള്ള പറയാ, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വീകരിക്കുകയാണ് നമ്മൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 9:45 പ്രവേശിക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ നിയമപാലകരെയും ഇവിടുത്തെ നിയമത്തെയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് 10 മണി വരെ നമ്മുടെ പെർമിഷൻ ഉണ്ട്. എന്നാൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്നാൽ തന്നെ നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം സമയം പടച്ചവന്റെ ദീന് സംസാരിക്കാൻ അള്ളാഹു അവസരം തന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ സംഘടിപ്പിച്ച ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. കൈതക്കാടിൽ ഈ ശബ്ദം കേട്ട മുസ്ലിങ്ങളോട് ദാ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ഷ്ഹദ്. റബ്ബേ, നീ സാക്ഷിയാണ്. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതിൽ ഏതെങ്കിലും അനിഷ്ടകരമായി തോന്നുന്ന വല്ല വാക്കും വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തി വായിക്കാൻ ഈ സമൂഹത്തിന് നീ അള്ളാഹുവെ മനസ്സ് കൊടുക്കണേ. അല്ലാ, ഞങ്ങളുടെ ഭാഗത്ത് ബോധപൂർവം ഒരാളെയും വേദനിപ്പിക്കുന്ന ഒരു അക്ഷരവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. തെറ്റി വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ അല്ലാ. അള്ളാഹുവെ, നിന്റെ വഹ്ദാനിയത്ത് എത്താത്ത മുക്കുമൂലകളിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണല്ലാ. അള്ളാഹുവെ, ശാരീരികമായ അസ്വസ്ഥതകളുള്ള പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞാനടക്കം. റബ്ബേ, നിനക്കറിയുമല്ലോ. മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഈ ശബ്ദം പടച്ചവനെ ഈ സമൂഹത്തെ കേൾപ്പിക്കുന്നത്. നിനക്കറിയുമല്ലോ. അള്ളാഹുവെ, ഞങ്ങളുടെയൊക്കെ രോഗങ്ങളെ നീ ശഫയാക്കി തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉപ്പമാരുടെ, ഉമ്മമാരുടെ, പെങ്ങന്മാരുടെ, സഹോദരങ്ങളുടെ, മക്കളുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് നിന്റെ ആ പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള അശുദ്ധമായ ഹൗദുൽ കൗസറിൽ വെള്ളം കോരിത്തരുമ്പോ സുഹക്കൻ സുഹഖാ, ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടിയവരെ ആട്ടി അകറ്റുമ്പോൾ അള്ളാഹുവേ, നിന്റെ ദീനിനെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി ആ വെള്ളം നല്ല സന്തോഷത്തോടു കൂടി വാങ്ങാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, കടത്തിൽ കുടുങ്ങിയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ബിസിനസ്സുകാർ, കച്ചവടക്കാർ, ക്രയവിക്രയക്കാർ, കൂലിപ്പണിക്കാർ, പല ജോലിയും ചെയ്യുന്നവരുണ്ട്. ചെയ്യുന്ന ജോലിയിൽ നീ റഹ്മത്തും ബറക്കാത്തുകളും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവേ, ഈ നാട്ടിലെ ആ
പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർക്ക് സത്യം സത്യമായി ജനങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുവാനുള്ള തൗഫീക്ക് അവർക്കും നീ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹുവേ നീയാണ് ലോകത്തിന്റെ ഈ ഭൂമിയുടെ സർവ്വചരാചരങ്ങളുടെയും നിയന്ത്രണം നടത്തുന്നവൻ. അത് നീയല്ല, നീ അത് പലരിലേക്കും പങ്കുവച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവർ അവകാശപ്പെടുന്നവരുണ്ട്. തിരുത്തി അവരുടെ മനസ്സുകളിലേക്ക് യഥാർത്ഥ ദീന് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹുവേ. സത്യം സത്യമായി പറയാനുള്ള തൗഫീക്ക് അല്ലാഹുവേ ഇനിയും തുടർന്നും നീ ഞങ്ങളുടെ പ്രബോധകന്മാർക്ക് നൽകണേ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുമ്പോൾ അല്ലാഹുവേ ഈ കൂട്ടായ്മ നിന്റെ ദീനിന്റെ ദഅവാ രംഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു ടീമാണ്. നീ അനുഗ്രഹിക്കണേ അല്ലാഹുവെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഈ സംസാരം അവസാനിക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും റബ്ബേ ഇതിന്റെ വെളിച്ചം അവരുടെ കർണപുടങ്ങളിൽ കേട്ടത് ഹൃദയത്തിലേക്ക് ഇറക്കി അവരുടെ ജീവിതത്തിന്റെ ഒരു നിർണായക ഒരവസ്ഥയാക്കി നീ മാറ്റി അനുഗ്രഹിക്കണേ റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون